നമസ്കാരം. ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ട കേസിൽ അന്വേഷണം ഇതെങ്ങോട്ടാണ്? കാടിളക്കിയുള്ള അന്വേഷണവും അറസ്റ്റുമൊക്കെ കണ്ടെങ്കിലും ഇപ്പോൾ എല്ലാം നിശ്ചലമാവുകയാണ്. സമയബന്ധിതമായി കുറ്റപത്രം നൽകാനാവാതെ SIT പതറുമ്പോൾ പ്രതികൾ ഓരോരുത്തരായി സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നു. മുരാരി ബാബുവിനും ശ്രീകുമാറിനും പിന്നാലെ ഇന്ന് സുധീഷ് കുമാറും ജാമ്യത്തിലിറങ്ങി. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യത്തിൽ മറ്റന്നാൾ കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്ന് തീരുമാനമുണ്ടാകും. പ്രതികൾക്ക് രക്ഷപ്പെടാൻ SIT മനഃപൂർവ്വം കുറ്റപത്രം വൈകിപ്പിക്കുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിക്കുകയാണ്. മണ്ഡല മകരവിളക്ക് കാലം കഴിഞ്ഞ് കുംഭമാസ പൂജയ്ക്കായി 12-ന് ശബരിമല നട തുറക്കാനിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും അയ്യപ്പന്റെ സ്വർണം കട്ടതിലെ സത്യം എന്ത് എന്നറിയാതെ അന്തിച്ചു നിൽക്കുകയാണ് വിശ്വാസികൾ. SITക്ക് എന്തു പറ്റിയെന്നാണ് അറിയേണ്ടത്. ഒപ്പം സത്യം തെളിയുമോ എന്നും ചർച്ചയിൽ നമുക്കൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ TK രാജഗോപാൽ, ശില്പി ശ്രീ മഹേഷ് പണിക്കർ, കോൺഗ്രസിൽ നിന്നും ശ്രീ ജിൻഡോ ജോൺ, CPM-ൽ നിന്നും ശ്രീ K അനിൽകുമാർ, ഹിന്ദു ഐക്യവേദിയിൽ നിന്നും ശ്രീ RV ബാബു എന്നിവരൊപ്പം മാതൃഭൂമി ന്യൂസിൽ വാർത്തയുടെ തുടക്കം മുതൽ കൃത്യമായ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്ന അനന്തകൃഷ്ണൻ കൂടി ചേരുന്നു. അനന്തനിൽ നിന്ന് ഞാൻ തുടങ്ങിയാണ്. അനന്തൻ, 12 പേർ ഇതുവരെ ഏറ്റവും ഒടുവിൽ ശങ്കർദാസ് അടക്കം അറസ്റ്റിലായിട്ടുണ്ട്. 3 പേർ പുറത്തിറങ്ങിക്കഴിഞ്ഞു. നിലവിലെ സാഹചര്യം SITയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് പരിഗണിച്ചാൽ വരും ദിവസങ്ങളിൽ ബാക്കിയുള്ളവർ ഓരോ ഘട്ടങ്ങളായി പുറത്തിറങ്ങുമെന്നതാണ്. അതായത് ഈ അന്വേഷണം എന്ത് എവിടെ എന്ന് പോലും അറിയാത്ത അവസ്ഥയിലേക്ക്. പക്ഷേ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഏറ്റവും ഒടുവിലിറങ്ങിയ വിശദമായ ഉത്തരവ്, ആ ഉത്തരവ് നമുക്ക് വലിയ ആത്മവിശ്വാസവും കോൺഫിഡൻസും ഒക്കെ തരുന്നതായിരുന്നു. കാരണം അന്വേഷണം ശരിയായ വഴിക്ക് നീങ്ങുകയാണ്, ഏതാണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി. മാത്രമല്ല, പുതുതായി ഇപ്പോൾ അറസ്റ്റിലായവർ കൂടാതെ തന്ത്രി അടക്കം അറസ്റ്റിലായതിനു ശേഷമാണ് അങ്ങനൊരു നിലപാടിലേക്ക് ഹൈക്കോടതി എത്തുന്നത്. മാത്രമല്ല, ഇനി ഞങ്ങളുടെ സർവൈലൻസിൽ ഈ അന്വേഷണ പരിധിയിൽ 5 പേർ കൂടിയുണ്ട്. ഒരു കേസിൽ 3 പേരും മറ്റൊരു കേസിൽ 2 പേരും. അപ്പോൾ ആ ഉത്തരവ് കൂടി ഇറങ്ങിയപ്പോൾ പൊതുവെ അയ്യപ്പ ഭക്തരും കേരള സമൂഹവും ഈ കേസിനെ ഫോളോ ചെയ്യുന്ന എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് അന്വേഷണം പോകാൻ പോകുന്നു, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പിലേക്ക് അന്വേഷണ സംഘം കടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ആ ഉത്തരവും ആ പ്രതീതിയും ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ദിവസങ്ങളായി. പക്ഷെ കണ്ടതോ ചീട്ടുകൊട്ടാരം പോലെ ആ അന്വേഷണത്തിൻ്റെ ഓരോ കാര്യങ്ങളും ഇടിഞ്ഞു പോകുന്നതാണ്. കാരണം അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കുറ്റപത്രം ഉടൻ ഉണ്ടാകും, അതായത് 90 ദിവസം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ കുറ്റപത്രം നൽകും എന്ന് SIT വൃത്തങ്ങൾ സൂചന നൽകിയിരുന്നു. അതിനവർ പ്രതീക്ഷിച്ചിരുന്നത് VSCയുടെ പരിശോധനാ ഫലമാണ്. ഇന്ത്യയിലെ ഏറ്റവും ആധികാരികമായ ഒരു സ്ഥാപനം, അവിടുത്തെ മെറ്റലർജി ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ പരിശോധന, ആ പരിശോധനയിൽ പക്ഷേ ഒരു അവ്യക്തതയാണ്. SIT പ്രതീക്ഷിച്ചതുപോലെ ഈ ചാർജ് ഷീറ്റിൽ എന്താണോ അവർ കണ്ടെത്തി സബ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് അതിന് ബലം നൽകുന്ന ഒരു തെളിവ് കിട്ടിയില്ല എന്നാണ് നമ്മളിപ്പോൾ വിലയിരുത്തുന്നത്. മാത്രമല്ല, അത്തരം സൂചനകൾ SITയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ലോഹ ഭാഗങ്ങൾ കൊണ്ടുകൊടുത്ത് അതിൻ്റെ സാമ്പിൾ ശേഖരിച്ച് നടയടച്ച ദിവസം, ഒന്നാലോചിക്കണം, വൃശ്ചികം 1-ാം തീയതി നട തുറന്ന ദിവസമാണ് ആദ്യം സാമ്പിൾ എടുക്കുന്നത്. അത് കഴിഞ്ഞ് ആ 3 മാസത്തെ മണ്ഡലകാലം പൂർത്തിയാക്കി തിരുവാഭരണ യാത്ര പറഞ്ഞ് ഇറങ്ങുന്നതിന് പുറകെ SITയുടെ സംഘം വീണ്ടും കയറുകയാണ് ഫോറൻസിക് വിദഗ്ധരുമായി. എന്നിട്ട് പോയി വീണ്ടും ലോഹപാളികൾ എടുത്തുകൊണ്ടുവന്ന് ഇപ്പോൾ വീണ്ടും VSC ഏൽപ്പിച്ചിരിക്കുന്നു. വൃശ്ചികം 1-ന് എടുത്ത സാമ്പിളുകളുടെ പരിശോധനാ ഫലം വരാൻ 2 മാസം കാത്തിരുന്നു. ഇനിയിപ്പോൾ കൊടുത്തിരിക്കുന്ന ലോഹഭാഗങ്ങളുടെ പരിശോധനാ ഫലം വീണ്ടും വരാൻ ഇനി എത്ര മാസം കാത്തിരിക്കണമെന്ന് നമുക്കറിയില്ല. അപ്പോൾ അത്രയും മാസം ഈ ചാർജ് ഷീറ്റ് വൈകിപ്പിക്കുകയാണോ ഇവരുടെ നീക്കം, അതോ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു സംശയം ഉയരുന്നത്, അല്ലെങ്കിൽ പൊതുവെ ആളുകൾക്ക് തോന്നുന്നത്, എന്തുകൊണ്ടാണ് ഈ ചാർജ് ഷീറ്റിൻ്റെ സബ്മിഷൻ വൈകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ഓരോ പ്രതികളുടെയും 90 ദിവസം പൂർത്തിയാകുന്ന മുറയ്ക്ക് അവർക്ക് സ്വാഭാവിക ജാമ്യം കിട്ടും. അടുത്ത ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആസൂത്രകൻ എന്ന് വിശ്വസിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു സംശയം, പിന്നെ എന്തിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ്. ഒരാളെ ഒരു കേസുമായി ബന്ധപ്പെടുത്തി അറസ്റ്റ് ചെയ്യുന്നത് ഫർദർ ക്രൈംസ് ഉണ്ടാകാതിരിക്കാനാണ്. അവർ പോയി സാക്ഷികളെ ഭീഷണിപ്പെടുത്തുക, അതല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കുക, അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ. നോക്കൂ, ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട പ്രതികളെ പോലും പിടികൂടുന്നത് ഏറ്റവും വൈകിയാണ്. അപ്പോൾ പോലും എനിക്ക് തോന്നുന്നു, അന്ന് ചില ഉദ്യോഗസ്ഥരൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നത്, ഈ കേസ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസാണ്, വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ ഒരു ആളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത്രയും കരുതൽ ഞങ്ങൾക്കുണ്ട്. ഒരാളെ പോലും അറസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് തെളിവില്ലാതെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അയാളുടെ കുടുംബം വഴിയാധാരമായി പോകും, തലമുറകളോളം അതിൻ്റെ പഴി വഹിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വളരെ പക്വതയോടെ അന്വേഷിച്ച് തെളിവ് കണ്ടെത്തിയ ശേഷമാണ് അറസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തപ്പോൾ പറഞ്ഞത് ഇവർ പുറത്ത് നിന്നാൽ തെളിവ് നശിപ്പിക്കും, ഉന്നത രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തികളാണെന്നുള്ളത്. അതേ വ്യക്തികൾക്ക് അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് ജാമ്യം ലഭിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും വീണ്ടും ഈ അന്വേഷണ സംഘം ആരോപിച്ചതുപോലുള്ള പ്രവൃത്തികൾക്ക് പോകില്ലേ? അത് തടയാൻ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യാതെ വൈകുന്നത് എന്താണ് എന്നും എന്താണ് ഇതുവരെ കണ്ടെത്തിയതെന്നും ഉള്ളത് പൊതുസമൂഹത്തോട് പറയേണ്ട സമയം അതിക്രമിച്ചതാണ് നമ്മൾക്ക് തോന്നുന്നത്. വിശ്വാസികളും അത്രയേറെ പിന്തുണയോടെ ഈ അന്വേഷണത്തിന്റെ ഏത് ഘട്ടത്തിലും ഏതാളിലേക്കും ഇതിന്റെ അറസ്റ്റ് പോയാൽ പോലും ആളുകൾ
ഇത് സത്യം തെളിയുകയാണ്. ആർക്കും അതിൽ യാതൊരു വിവേചനവുമില്ല, കൃത്യമായി നിയമത്തിന് മുമ്പിൽ എല്ലാവരും ഒരുപോലെ എന്ന നിലയ്ക്ക് പൊതുസമൂഹം ഉറ്റുനോക്കിയ വിഷയമാണ്. പക്ഷേ ഇപ്പോൾ ഈ ആശയക്കുഴപ്പത്തിൽ വന്ന് എത്തി നിൽക്കുന്നത് ശ്രീ ടി കെ രാജഗോപാൽ, അങ്ങയുടെ വാർത്താ വിവരങ്ങളാണ് ഒരുപക്ഷെ ഈ തുടക്കത്തിൽ ആദ്യഘട്ടത്തിൽ ശബരിമല സ്വർണം പൂശുന്ന അടക്കമുള്ള എന്തായിരുന്നു അവിടെ യഥാർത്ഥത്തിൽ നടന്നതെന്നത് വാർത്താശകലങ്ങളിൽ കൂടെയാണ് ഇന്ന് ആളുകൾ അറിയും. SIT പോലും അതിൻ്റെ വിവരങ്ങളൊക്കെ തേടുകയും ചെയ്തത്. ഇപ്പോൾ അനന്തൻ സൂചിപ്പിച്ച പോലെ വളരെ വേഗത്തിൽ ഈ അന്വേഷണം പോകുന്ന കണ്ടപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. ഒരുപക്ഷെ മണ്ഡല മകരവിളക്ക് തീരുന്നതിന് മുൻപ് തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ തെളിയുമെന്ന് പോലും പ്രതീതി ജനിപ്പിക്കപ്പെട്ടാണ്. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് എന്താണ് ഇങ്ങനെ ഈ അന്വേഷണത്തിന് സംഭവിച്ചതെന്നാണ് അത് ഇന്നൊരാൾ കൂടി പുറത്തിറങ്ങിയിരിക്കുന്നു. മറ്റന്നാൾ പോറ്റിയുടെ കാര്യത്തിൽ കൊല്ലം വിജിലൻസ് കോടതി വിധി പറയാനിരിക്കുന്നു. ഒരുപക്ഷെ പോറ്റിയും പുറത്തിറങ്ങാൻ. അങ്ങനെയെങ്കിൽ ഇത്ര കരുതലോടെ നടത്തിയ അറസ്റ്റുകൾക്കൊക്കെ എന്ത് കരുതലാണ് പിന്നെയുള്ള നടപടികൾ SIT എടുത്തത്? ദിവിഷേ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന അതാണ്. നമ്മളിതിനകത്ത് സത്യം തെളിയണം. നമ്മൾ 1998 വിജയമല്യ പൊതിഞ്ഞു കൊടുത്ത സ്വർണം, ആ പൊതിഞ്ഞു കൊടുത്ത 30 കിലോ സ്വർണം നമുക്ക് കണ്ടെത്തണം. അത് തന്നെയാണ് എല്ലാവരുടെയും, സാധാരണ എല്ലാ അയ്യപ്പ ഭക്തന്മാരുടെ ആഗ്രഹം അതാണ്. അതേപോലെ തന്നെയാണ് എൻ്റെ ആഗ്രഹവും. അത് കണ്ടെന്നിരുന്ന ആളെന്നുള്ള നിലയിൽ എൻ്റെ ആഗ്രഹം തന്നെയാണ്. പക്ഷേ അനന്തൻ സൂചിപ്പിച്ചത് ശരിയാണ്. എന്തുകൊണ്ട് കുറ്റപത്രം വൈകുന്നു? സ്വാഭാവികമായൊരു ചോദ്യമാണിത്. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ നിലപാടും ഇന്നു വരെയുള്ള എൻ്റെ നിലപാടും SIT കൃത്യമായിട്ട് തന്നെ പോകുന്നു തന്നെയാണ്. വളരെ കൃത്യമായിട്ട് തന്നെ അവിടെ അന്വേഷണം പോകുന്നുണ്ട്. നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥന്മാരല്ലേ അതിനകത്ത് ഇരിക്കുന്നത്. നമ്മളെന്തിനാണ് ആവശ്യമില്ലാത്തൊരു സംശയങ്ങൾ അവരുടെ പേരിൽ പെടുത്തേണ്ടതെന്നാണ്. ഉണ്ടായിരുന്നെങ്കിൽ ഈ കേസ് നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ കേസിന് മേൽനോട്ടം വഹിക്കുന്ന ദേവസ്വം ബെഞ്ച് പറയുമായിരുന്നില്ലല്ലോ. എത്രയോ തവണ ഓരോ തവണ വരുമ്പോഴും അവർ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. കൃത്യമായ രീതിയിലാണ് അന്വേഷണം പോകുന്നത്. ഞങ്ങൾ വളരെ തൃപ്തരാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന് വരെ ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ മറ്റേനാൾ ഒരുപക്ഷേ എൻ്റെ അഭിപ്രായം മാറാം. മറ്റേനാളെന്ന് പറഞ്ഞാൽ ബുധനാഴ്ച ചിലപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ വ്യത്യാസമുണ്ടാകാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ അന്ന് പരിഗണിക്കുകയാണ്. ഒരു കേസിൽ അന്ന് ആദ്യത്തെ FIR ജാമ്യം കിട്ടിയിട്ടുണ്ട്. 90 ദിവസം കഴിഞ്ഞുകൊണ്ട് ജാമ്യമായിട്ടുണ്ട്. രണ്ടാമത്തെ ജാമ്യാപേക്ഷയാണ് ബുധനാഴ്ച വരാൻ പോകുന്നത്. അതിന് വിശദമായ വാദം കേൾക്കുന്നെന്നാണ് പറഞ്ഞത്. ഒരു പക്ഷെങ്കിൽ ആദ്യം ഇങ്ങനെ സംശയിച്ചിരുന്നു, ഇന്ന് തന്നെ ആ ജാമ്യം പരിഗണിക്കുമെന്നൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, അത് വിശദമായിട്ടുള്ള വാദം കേൾക്കണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കേസിൻ്റെ ഗൗരവം ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതിക്കും അത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത് വരട്ടെ. വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ബുധനാഴ്ച വാദം കഴിഞ്ഞ് വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഉത്തരവും വരുമായിരിക്കാം. അങ്ങനെ വരുമ്പോൾ പോറ്റിക്ക് ജാമ്യം കിട്ടുകയാണെങ്കിൽ നമുക്ക് സംശയിക്കാം. കാരണം ഇതിനകത്തിലെ 2 FIR ഒന്നാം പ്രതിസ്ഥാനത്തുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരാൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന സ്വാഭാവികമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനകത്തിൽ. കാരണം പോറ്റിയാണല്ലോ ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് നിൽക്കുന്ന ആളെന്നുള്ള നിലയിൽ നമുക്ക് സംശയിക്കാം. പക്ഷേ അതുവരെ നമുക്ക് SITയുടെ അന്വേഷണത്തെ ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം നമ്മൾ ഒരു വിവരങ്ങളും ഇതൊക്കെ ഈ ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ചിൻ്റെയിലാണ് ഇരിക്കുന്നത്. എന്താണ് SIT സംഭരിച്ചു വെച്ചിരിക്കുന്നത്? അവർ കൊല്ലം വിജിലൻസ് കോടതിയിൽ മറ്റേനാൾ എന്താണ് പറഞ്ഞില്ലേ, നമ്മൾ ഒരു മലയാള ഭാഷയിൽ പറഞ്ഞ് പൊട്ടിക്കാൻ പോകുന്നത് നമുക്കറിയത്തില്ല. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരുടെ ആവശ്യമായ തെളിവുകളുണ്ടാകും. ഈ പോറ്റി അങ്ങനെയൊന്നും പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകത്തക്ക ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുകയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ അവരുടെ ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളിതൊന്നും അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. നമ്മളിതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അറിയുന്നുണ്ട്? സർക്കാർ പോലും അറിയുന്നില്ല. SIT നേരിട്ട് തന്നെ ദേവസ്വം ബെഞ്ചിനാണ് കൊടുക്കുന്നത്. അവർ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ചില പരാമർശങ്ങൾ കോടതിയുടെ വരുന്നത് കൊണ്ടാണ് നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ചില കാര്യങ്ങളൊക്കെ അറിയുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് അവർ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെയാണ് ഇനി അഥവാ SITക്ക് എന്തെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ, കാരണം ഇത് വലിയ വ്യാപ്തിയുള്ള കൊള്ളയാണ്. അവരാദ്യം അന്വേഷിച്ച് തുടങ്ങിയ സമയത്ത് ഇത്രയൊന്നും വ്യാപ്തി കരുതി കാണത്തില്ല. തീർച്ചയായിട്ടും അങ്ങനെ കരുതിയിട്ടുണ്ടാകില്ല. ഓരോ പരാമർശങ്ങളും, കപൂറിൻ്റെ വരെ പരാമർശങ്ങൾ വന്നപ്പോഴാണ് ഇതിൻ്റെ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കുന്നത്. അതേപോലെ ചെന്നൈയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നുള്ള സ്മാർട്ട് ക്രിയേഷൻസും അതേപോലെ തന്നെ ഗോവർദ്ധനും വന്നപ്പോഴാണ് ഇതിൻ്റെയൊക്കെ വ്യാപ്തി നമ്മൾ അറിയാൻ തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് ED ഉണ്ട്, അവർക്ക് സമാന്തരമായിട്ട് EDയും പോകുന്നുണ്ട്. SITയോടൊപ്പം തന്നെ EDയും ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതിയിൽ അന്ന് കൊല്ലം കോടതി ചോദിച്ചല്ലോ, നിങ്ങൾ ഇതിൻ്റെ അന്വേഷണ റിപ്പോർട്ടുകളെല്ലാം തരാൻ പറഞ്ഞ സമയത്ത് അവർ സർവാത്മന അത് കൊടുത്തിട്ടുണ്ട്. അവർ ഇതുവരെ എന്തെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്, SIT എന്തെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്, അതിൻ്റെ സമ്പൂർണ്ണമായ റിപ്പോർട്ട് രഹസ്യാത്മകമായി തന്നെയാണ് കുറേ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കിട്ടുന്ന വിവരങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവരൊക്കെ പുറത്തു നിന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇവരെല്ലാവരും പുറത്തിറങ്ങുകയാണ് എന്നാണ് മറ്റൊരു വിഷയം. അങ്ങ് പറഞ്ഞ പോലെ മറ്റന്നാൾ എന്താണ് തീരുമാനം വരുന്നത്, അപ്പോൾ അങ്ങയുടെ നിലപാടിൽ കുറച്ചുകൂടി വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ അങ്ങയിലേക്ക് തിരികെ വരുന്നത് ശ്രീ ജിൻഡോ ജോൺ, ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായ വിമർശനം ഉയരുന്നത് ഇത്
സ്വാഭാവികമായി എല്ലാവർക്കും പുറത്തിറങ്ങാനുള്ള അവസരം ഒരുക്കുന്നു. അതായത് അങ്ങനെയെങ്കിൽ SITക്ക് മേൽ സമ്മർദ്ദമുണ്ട്, ഈ കുറ്റപത്രം വൈകിപ്പിക്കാൻ സമ്മർദ്ദമുണ്ട് എന്ന നിലയ്ക്കുള്ള ആരോപണമാണ്. അതിൽ ആ ആരോപണത്തിന് എത്രമാത്രം കരുത്തുണ്ട്? അങ്ങനെ നിങ്ങൾക്ക് സംശയിക്കാൻ തക്ക വിധമാണോ ഈ 3 പേരും ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്? ദിവിഷേ, ഇതിൽ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ആക്ഷേപം ഞങ്ങൾ ഉന്നയിച്ചതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്വാഭാവിക ജാമ്യം കിട്ടുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുന്നില്ല. ഈ മെല്ലെ പോക്കിൽ ഞങ്ങൾക്ക് സംശയകരമായി പലതുമുണ്ട്. അതുകൊണ്ട് സ്വാഭാവിക ജാമ്യം കിട്ടി ഇവർ പുറത്തിറങ്ങിയാൽ കേസിൻ്റെ മുന്നോട്ടുള്ള ബാക്കി കാര്യങ്ങൾക്കൊക്കെ അത് ബാധിക്കപ്പെടുമെന്നുള്ളതൊക്കെ ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ്. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, ഈ ശ്രീകുമാർ, സുദേശ് കുമാർ, മുരാരി ബാബു ഇവർക്കൊക്കെ സ്വാഭാവിക ജാമ്യം കിട്ടി. ഇനിയിപ്പോൾ പോറ്റിക്ക് കിട്ടുമോ ഇല്ലേന്നാണ് കാത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാമെന്നൊക്കെയാണ് ആളുകൾ പലരും പറയുന്നത്. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, എന്തുകൊണ്ടാണ് ഇവർക്ക് ജാമ്യം നിഷേധിക്കപ്പെട്ട് ഇവർ 90 ദിവസം ജയിലിൽ കിടന്നത്? ആദ്യത്തെ നിരീക്ഷണം തന്നെ ഇവർക്ക് ജാമ്യം കിട്ടിയാൽ ഇവർ പുറത്താണ് ഉള്ളതെങ്കിൽ ഇവരെല്ലാവരും സംഘം ചേർന്ന് തെളിവ് നശിപ്പിക്കാൻ ഇടയുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ ഇവരെ റിമാൻഡ് ചെയ്തത്. അപ്പോൾ 90 ദിവസത്തിന് ശേഷം ഇവർ ഓരോരുത്തരും പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇവർക്ക് പുറത്ത് ഒരു സംഘം ചേർന്ന് തെളിവ് നശിപ്പിക്കപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുകയല്ലേ? അപ്പോൾ 90 ദിവസം മുമ്പ് ഏത് വിഷയത്തിലാണോ ഇവർ റിമാൻഡ് ചെയ്യപ്പെടാൻ ഉണ്ടായ കാരണങ്ങൾ, അതേ കാരണങ്ങൾ കാര്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുകയല്ലേ? ഇവർ പുറത്ത് വന്നാൽ തെളിവ് നശിപ്പിക്കപ്പെടില്ലേ? അപ്പോൾ 90 ദിവസം മുമ്പ് നശിപ്പിക്കപ്പെടാവുന്ന തെളിവ് 90 ദിവസത്തിന് ശേഷം നശിപ്പിക്കപ്പെടില്ല എന്ന് SITക്ക് ഉറപ്പുണ്ടോ? അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇവിടെ സ്വാഭാവിക ജാമ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ അവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഒരുക്കപ്പെടുക എന്നുള്ളത് തന്നെയാണ്. അതിനുശേഷമുള്ള അന്വേഷണത്തെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പിന്നീടല്ലേ പറയാൻ പറ്റുള്ളൂ. നിലവിൽ ഇതുവരെയുള്ള അന്വേഷണത്തിൽ നമ്മൾ മുൻപേ പറഞ്ഞിട്ടുള്ളതാണ്, ഇക്കാര്യത്തിൽ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയം തൊട്ടേ ഇതിലൊരു മെല്ലപ്പോക്കുണ്ട്. ആ മെല്ലപ്പോക്കിന്റെ ഭാഗമായിട്ടാണ് പലരെയും ചോദ്യം ചെയ്തതിൽ ഇടവേളകൾ വരുന്നു, അറസ്റ്റ് നടപടികൾ വൈകുന്നു. കോടതി പോലും ഇടപെട്ടതിന് ശേഷമാണ് പല പ്രതികളെയും അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് SIT പോകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടത്. അപ്പോൾ ഇതിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ചില ശ്രമങ്ങൾ, ഇടപെടലുകൾ ഉണ്ട് എന്നുള്ള സംശയം ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഇത്തരത്തിൽ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. ഇതൊരു തരത്തിൽ രക്ഷപ്പെടൽ തന്നെയാണ് ദിവിഷേ. 90 ദിവസത്തിന് ശേഷം സ്വാഭാവിക ജാമ്യം കെട്ടി പുറത്തിറങ്ങുന്ന പ്രതികൾ ഇനി ഈ കേസിന്റെ ബാക്കി വിചാരണ വേളകളിലൊക്കെ അവർ പുറത്തായിരിക്കുമല്ലോ. സ്വാഭാവികമായിട്ടും അങ്ങനെ പുറത്താകുമ്പോൾ ഇവർക്ക് തെളിവ് നശിപ്പിക്കപ്പെടാനും മറ്റു ഗൂഢാലോചനകൾ നടത്താനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. ഇതിൽ യാതൊരുവിധ മറ്റ് അഡീഷണൽ കണ്ടെത്തലുകൾ ഇല്ല എന്ന് പറഞ്ഞാൽ SITയുടെ ഭാഗത്തു നിന്നുള്ള മെല്ലെപ്പോക്കിന്റെ ഭാഗമായിട്ട് തന്നെ വേണം നമ്മൾ സംശയിക്കാൻ. ആ സംശയം ഓരോ ദിവസം ബലപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതിലൊരു കാര്യമുണ്ട്, കേരളത്തിൽ CPM-മായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട സഖാക്കന്മാരടക്കം ജയിലിൽ കിടക്കുന്നു. ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ തന്നെ ആരോപണത്തിന്റെ, ആക്ഷേപത്തിന്റെ, സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നു. സംസ്ഥാനം ഭരിക്കുന്ന ദേവസ്വം ബോർഡ് മന്ത്രി അടക്കമുള്ള ആളുകൾ ആക്ഷേപത്തിന്റെ മുൻപിൽ നിൽക്കുന്നു. സംസ്ഥാന സർക്കാരിന് പോലും ഒരു അക്ഷരം പറയാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സാഹചര്യം. ഇത്രയും ഉന്നതരായിട്ടുള്ള പ്രതികൾ ജയിലിൽ കിടക്കുന്ന സാഹചര്യത്തിൽ പോലും ഈ കൂട്ടുപ്രതികൾക്ക് ജാമ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇത് തെളിവ് നശിപ്പിക്കപ്പെടാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടും, ഇവർക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടും. അപ്പോൾ കോടതി കുറെ കൂടി ജാഗ്രതയോടെ ഇത് കണ്ടിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടക്കമുള്ള ജാമ്യ നടപടിയിൽ വേണ്ടത്ര ക്രമീകരണം സ്വീകരിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. തീർച്ചയായും നമുക്ക് ഏത് വിധത്തിലാണ് മറ്റന്നാൾ കോടതി അത് പരിഗണിക്കുന്നത് അറിയില്ല. വാദം കേൾക്കണമെന്ന് കോടതി പറഞ്ഞത് എന്തെങ്കിലും ഒരു പ്രത്യേകമായി കാരണം അതിലുണ്ടാകും എന്ന് നമുക്ക് അനുമാനിക്കാം. ശ്രീ RV ബാബു, ഇപ്പോൾ ജിൻഡോ ജോൺ സൂചിപ്പിച്ചു അല്ലെ, ഇടയ്ക്ക് ഇത് മെല്ലെപ്പോക്കിലേക്ക് വരികയാണ്. നമുക്കറിയാം പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും ഒക്കെ ആളുകൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ വരുന്നു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ആ സമയത്തൊക്കെ ഈ അന്വേഷണം പിന്നെ കാര്യമായിട്ട് എങ്ങും മുന്നോട്ട് പോകുന്നില്ല. ഇപ്പോഴും ഇത് എന്താണ് സംഭവിക്കുന്നത്? രഹസ്യാത്മകമാണ് അല്ലെങ്കിൽ കോടതിയുടെ കൃത്യമായ മേൽനോട്ടത്തിലാണ് നടക്കുന്നതെന്നൊക്കെ പറയുമ്പോഴും ഇപ്പോൾ ആളുകളും വിശ്വാസികളും ഇങ്ങനെ അന്തിച്ചു നിൽക്കുക തന്നെയാണ്. എന്താണ് സംഭവിക്കുന്നത്? ഇത്രയും പേർ തന്ത്രി അടക്കം, ഏറ്റവും ആദരവോടുകൂടി വിശ്വാസികൾ കണ്ടിരുന്ന തന്ത്രി അടക്കം പോയപ്പോഴും ആരും പ്രതിഷേധിക്കാൻ പോയില്ല. സത്യം തെളിയണം, അയ്യപ്പന്റെ സ്വർണം അതാരായാലും നിയമത്തിന് മുന്നിൽ വരണമെന്ന് തന്നെയായിരുന്നു എല്ലാവരുടെയും നിലപാട്. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് കാര്യങ്ങൾ മാറി മറിയുകയാണ്. ഇത് എന്തിനുള്ള ഒരുക്കമായിട്ടാണ് നിങ്ങൾ കണക്കാക്കുന്നത്? ദിവിഷേ, ഈ SITയുടെ അന്വേഷണത്തെ സംബന്ധിച്ച് രാജഗോപാൽ പറഞ്ഞ അഭിപ്രായത്തോട് എനിക്ക് യോജിക്കാൻ നിവൃത്തിയില്ല. ഞാൻ വളരെ വിനയത്തോടെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് വിയോജിക്കുകയാണ്. ഞാൻ വിയോജിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 3 പേര് ജാമ്യം കിട്ടിയതിലല്ല എൻ്റെ വിയോജിപ്പ്. ശ്രീകുമാറിൻ്റെ ജാമ്യം കൊടുത്തുകൊണ്ട് വിജിലൻസ് കോടതി പറഞ്ഞത് ശ്രീകുമാറിന് ജാമ്യം അല്ലെങ്കിൽ ശ്രീകുമാറിൻ്റെ അറസ്റ്റിൽ ശ്രീകുമാറിനെ കസ്റ്റഡിയിൽ വയ്ക്കാനോ ജയിലിലടയ്ക്കാനോ ഉള്ള തെളിവുകളില്ല. SIT അങ്ങനെ ഒരു തെളിവും ഹാജരാക്കിയിട്ടില്ല. ഒരു തെളിവുമില്ലാതെ എന്താ പറയുക, കോൺക്രീറ്റ് ആയിട്ടുള്ള
അയാളെ ജയിലിൽ വെക്കാനുള്ള ഒരു തെളിവും SITയുടെ മുമ്പിൽ ഇല്ല, ഹാജരാക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീകുമാറിന് ജാമ്യം കൊടുത്തിരിക്കുന്നത്. അല്ലാതെ 90 ദിവസത്തിൻ്റെ ആനുകൂല്യം നൽകിക്കൊണ്ടല്ല, 90 ദിവസം കഴിഞ്ഞു ചാർജ് ഷീറ്റ് നൽകിയിട്ടില്ല എന്നുള്ളതിൻ്റെ പേരിലല്ല ശ്രീകുമാറിന് ജാമ്യം കൊടുത്തിട്ടുള്ളത്. ശ്രീകുമാർ കുറ്റം ചെയ്തതായി തെളിയിക്കാൻ ആവശ്യമുള്ള ഒരു രേഖകളും SIT ഹാജരാക്കിയിട്ടില്ല. അത് SITയുടെ പരാജയമല്ലേ? ഇനി അങ്ങനെ ഒരു തെളിവില്ലെങ്കിൽ പിന്നെ ശ്രീകുമാറിനെ എന്തിനു അറസ്റ്റ് ചെയ്തു? അപ്പോൾ SITയുടെ പരാജയമല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ രാജഗോപാലിൻ്റെ അഭിപ്രായത്തോട് SITയുടെ വളരെ വിദഗ്ധ സംഘം, ഞാൻ അവരുടെ ഇൻറ്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ SITയുടെ അന്വേഷണത്തെ സംബന്ധിച്ച് ഇത്തരം പരാതികൾ ഒരുപാടുണ്ട്. ഇനി ഒന്നാമത്. രണ്ടാമത് ഞാൻ ശ്രീ രാജഗോപാലിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, രാജഗോപാലെ, ഇതിൽ 9 പേര് സർക്കാർ ഉദ്യോഗസ്ഥരാണ്. ഈ കുറ്റവാളികളിൽ 9 പേര് സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അവർക്കെതിരെ ചാർജ് ഷീറ്റ് കൊടുക്കാൻ സർക്കാരിൻ്റെ അനുവാദം വേണം. സർക്കാരിൻ്റെ അനുവാദം നാളിതുവരെ ചോദിച്ചിട്ടില്ല SIT. ഇനി ചോദിച്ചാൽ തന്നെ ഈ 90 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സർക്കാരിന് അനുവാദം കൊടുക്കാൻ പറ്റൂ. കാരണം ഒരു 2 ആഴ്ച 3 ആഴ്ചയെങ്കിലും സമയം പിടിക്കാതെ സർക്കാരിന് ആ പ്രൊസീജിയർ പൂർത്തിയാക്കി അനുവാദം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായും അവർക്ക് ജാമ്യം കിട്ടും. അപ്പോൾ ഇവർ ജാമ്യം കിട്ടി പുറത്തു വരണം. ഇവർ 90 ദിവസം പൂർത്തിയാക്കി സ്വാഭാവികമായി ജാമ്യം കിട്ടി പുറത്തു വരട്ടെ എന്ന്. ഞാൻ ഈ ഒരു വിദണ്ഡവാദമൊന്നും ഉന്നയിക്കാൻ തയ്യാറല്ല കേട്ടോ. എനിക്കറിയാം ജാമ്യം കിട്ടിയത് കൊണ്ട് ഇവർ കുറ്റവാളിയല്ലാതെ ആവുമെന്ന് പോകുന്നില്ല. നിയമത്തെക്കുറിച്ചുള്ള സാമാന്യ ജ്ഞാനമൊക്കെ എനിക്കുണ്ട്. അപ്പോൾ ഇവർക്ക് ജാമ്യം കിട്ടി അതുകൊണ്ട് ഇവർ കുറ്റം ചെയ്തിട്ടില്ല എന്നൊന്നും വരാൻ പോകുന്നില്ല. പക്ഷേ ഈ ജാമ്യം കിട്ടുന്നതിന് കാരണമായി ഇവർ ട്രയൽ പൂർത്തിയാകുന്നത് വരെ ജയിലിൽ കിടക്കേണ്ടവരാണ് എന്നുള്ള ഒരു ആഗ്രഹം SITക്ക് ഉള്ളതായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് SIT എന്ത് ചെയ്യുന്നു? സർക്കാരിന് ഈ തരത്തിലുള്ള ഒരു അനുവാദം ചോദിച്ചുകൊണ്ടുള്ള കത്ത് പോലും കൊടുക്കുന്നില്ല. ഈ 9 പേർക്ക് ജാമ്യം എതിരായിട്ടുള്ള കുറ്റപത്രം കൊടുക്കുന്നതിനെ സംബന്ധിച്ച് അനുവാദം ചോദിച്ചുകൊണ്ടൊരു കത്ത് പോലും കൊടുക്കുന്നില്ല. ഇത് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്? SIT തന്നെ പറയുന്നു, അതായത് 2025 ഈ പറയുന്ന സ്വർണം പാളികൾ കൊടുത്തുവിട്ടതിൽ ദുരൂഹതയുണ്ട് SIT പറയുകയാണ്. അതിനകത്ത് പറയുന്നത് എന്താണ്? 2019 കൊള്ളയിലുണ്ടായിരുന്ന അതേ സംഘം, ആരൊക്കെ? ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, സ്മാർട്ട് ക്രിയേഷൻസിന്റെ മൂന്നാമത് ഗോവർദ്ധൻ, ഈ 3 പേരും അവരാണ് 2025 കൊണ്ടുപോകുന്നത്. ഈ 2025 ഇവർ കൊണ്ടുപോകുമ്പോൾ തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിന്റെ കൊടിമരം നന്നാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഇപ്പോഴത്തെ തിരുവാഭരണം കമ്മീഷണർ ഈ സ്മാർട്ട് ക്രിയേഷൻസുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായത് എന്താണ്? ഇവർക്ക് അതിനുള്ള എക്സ്പെർട്ടീസും ഇല്ല, വൈദഗ്ധ്യം ഇല്ല എന്നാണ്. അപ്പോൾ വൈദഗ്ധ്യം ഇല്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു തിരുവാഭരണം കമ്മീഷണർ. 8 ദിവസത്തിനുള്ളിൽ തിരിച്ചെഴുതി. എന്തിൻ്റെ പേരിൽ എഴുതി? ആരാണ് അങ്ങനെ എഴുതാൻ സ്വാധീനം ചെലുത്തിയത്? ഇന്നത്തെ ഭരണസമിതിയിൽപ്പെട്ട ആൾക്കാർ അതിനകത്ത് ഉത്തരവാദികളാണോ? അങ്ങനെയാണെങ്കിൽ അവരെന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത്? SITയുടെ പരാജയമല്ലേ അവിടെയൊക്കെ കാണിക്കുന്നത്? പ്രശാന്തിനെ 2 തവണയോ കൊണ്ടൊക്കെ ചോദ്യം ചെയ്തു. തിരുവാഭരണം കമ്മീഷണർ 8 ദിവസം കൊണ്ട് ഈ സ്മാർട്ട് ക്രിയേഷൻസിനെ കുറിച്ചുള്ള അഭിപ്രായം മാറ്റി എഴുതാനുള്ള കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള അനുഭവത്തിൽ ഇവർക്ക് വൈദഗ്ധ്യമില്ലെന്ന് തെളിഞ്ഞിട്ടും അവരെ തന്നെ ഈ പണി ഏൽപ്പിക്കാനുള്ള കാരണം എന്താണ്? അപ്പോൾ അതിൽ SIT പരാജയപ്പെട്ടല്ലേ? അതുകൊണ്ട് SITയുടെ ഈ അന്വേഷണത്തോടുള്ള ഞങ്ങളുടെ ആശങ്ക, ഞാൻ വസ്തുതകളെ നിരത്തിക്കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്, വെറുതെ ആരോപണങ്ങളോ അല്ല ഒന്നുമല്ല. ഞാൻ 3 കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത്. ഇത് മാത്രമല്ല, ഇപ്പൊ നോക്കൂ, കൊടിമരം 2017 കൊടിമരം, ഈ കൊടിമരത്തെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം SIT നടത്തിയിട്ടുണ്ട്. അതിന്റെ അന്വേഷണത്തിന്റെ പുറകിലുണ്ട്. 2017 കൊടിമരം സ്ഥാപിക്കാനുള്ള കാരണം എന്താ? 2011 ഈ കൊടിമരത്തിന് പെയിന്റ് അടിച്ചു, സ്വർണ്ണ പെയിന്റ്. ആരടിച്ചു? അവിടുത്തെ 2 ഉദ്യോഗസ്ഥന്മാർ. ആ 2 ഉദ്യോഗസ്ഥന്മാർ പെയിന്റ് അടിച്ചത് അതിനെ സംബന്ധിച്ച് വിജിലൻസ് SP റിപ്പോർട്ട് സമർപ്പിച്ചു. ആ വിജിലൻസ് റിപ്പോർട്ട്, SPയുടെ റിപ്പോർട്ടിൽ എന്താ പറഞ്ഞത്? ഈ 2 ഉദ്യോഗസ്ഥന്മാർ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഗോവിന്ദൻ നായർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റോ ദേവസ്വം കമ്മീഷണറോ തന്ത്രിയോ അറിയാതാണ് ഈ സ്പ്രേ പെയിന്റ് അടിച്ചത്. സ്വർണ്ണ സ്പ്രേ പെയിന്റ് അടിക്കുകയാണ്. പറഞ്ഞ പോലെ അങ്ങനെ നിലപാട് എന്നത് SITയുടെ അന്വേഷണത്തിൽ തീർച്ചയായും ഇപ്പോൾ തൃപ്തിയില്ല. അത് സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെടുന്നു എന്ന ഒരു നിലപാടിലേക്ക് തന്നെ താങ്കൾ പോകുന്നു. ഞാൻ ശ്രീ അനിൽകുമാറിലേക്ക്. ശ്രീ അനിൽകുമാർ, ഇപ്പോൾ പല ഘട്ടത്തിൽ പാർട്ടി നേതൃത്വമാകട്ടെ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത് പൂർണ്ണമായും കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണ്, സർക്കാരിന് ഇതിലൊരു പങ്കില്ല എന്ന നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ
ഇപ്പോൾ ഇവരെല്ലാവരും പുറത്തേക്ക് വരുന്ന സാഹചര്യം 3 പേർ ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു. മറ്റന്നാൾ എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ എന്നറിയില്ല. ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പുറത്തിറങ്ങിയാൽ പിന്നെ എന്തായിരുന്നു ഇതുവരെ കെട്ടിപ്പൊക്കിയത് എന്ന ഒരു ആശയക്കുഴപ്പം സാധാരണക്കാർക്കും തോന്നാം. ഇതെന്താണ് സംഭവിക്കുന്നത്? ഏതെങ്കിലും വിധത്തിൽ ഈ പ്രതിപക്ഷം ആരോപിക്കുന്ന പോലെ ഒരു സമ്മർദ്ദം എന്ന നിലയിലേക്ക് ആരോപണങ്ങൾ നിങ്ങൾക്കെതിരെ വരുമ്പോൾ എന്ത് പറഞ്ഞ് പ്രതിരോധിക്കും? അല്ല, ഇതിൽ സർക്കാരിനോ CPM-നോ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിക്കേണ്ട ഒരു വിഷയവും ഈ കാര്യത്തിലില്ല. ഈ ചെവിയിലേക്ക് ശബ്ദം തിരിച്ചു വരുന്നു. ഹലോ, അങ്ങ് പറഞ്ഞോളൂ, പരിഹരിക്കാം. ഓക്കെ ആണെന്ന് തോന്നുന്നു, പറഞ്ഞു. അപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ സർക്കാരിനോ അതുപോലെ തന്നെ CPM-നോ ഇക്കാര്യത്തിൽ പ്രതിരോധിക്കേണ്ടതായ ഒരു കാര്യമില്ല. ബഹുമാന്യയായ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പലതവണ സന്ദർശനം നടത്തിയ ഗോവർദ്ധൻ, ഉണ്ണികൃഷ്ണൻ പോറ്റി, പിന്നെ ബാക്കിയുള്ള ആളുകൾ, കോൺഗ്രസിൻ്റെ MP-മാർ, ഈ സംഘത്തിൽപ്പെട്ടവർ ജയിലിൽ പോയാൽ ഞങ്ങളെന്തിനാണ് പ്രതിരോധിക്കുന്നത്? അല്ല, സോണിയാഗാന്ധിയുടെ വീട്ടിൽ കണ്ട ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ ഗോവർദ്ധനെയും കൂടെ ഉടനെ രക്ഷപ്പെടുത്തി കളയാം. 2004 ശബരിമലയിലെ തന്ത്രി അവിടെ കുടിയിരുത്തിയ പോറ്റി, 2007 ശ്രീകോവിലിനകത്ത് ആ പോറ്റിയെ കയറ്റി. ഞങ്ങൾക്കെന്നാ ബന്ധം? 2014 കൊടിമര സ്ഥാപിക്കുന്നത് പോറ്റിയുണ്ട്, പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലുമുണ്ട്. ആ പോറ്റിയെ ഉടനെ തന്നെ ജയിലിൽ നിന്ന് ഇറക്കണമെന്ന് CPM-ന് താല്പര്യം. അപ്പോൾ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് അവിടെയുണ്ടായ തുടർച്ചയായ ചില പ്രക്രിയയുടെ ഭാഗമാണ്. അതിൽ ഞങ്ങളുടെ ഭാഗത്തുള്ള വീഴ്ച എന്താണ്? 2019 ഭരണസമിതിക്ക് ഈ പോറ്റിയെ, അല്ലെങ്കിൽ ഈ പങ്കജ് ഭണ്ഡാരിയെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഗോവർദ്ധൻ അടക്കമുള്ള തന്ത്രിയുടെ കൂടെയുള്ള സംഘം, കൊള്ള സംഘം, ആൻ്റോ ആൻ്റണിക്കും അതുപോലെ തന്നെ അടൂർ പ്രകാശിനും ഒപ്പം സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയ കൊള്ള സംഘമാണെന്ന് മനസ്സിലാക്കി ഒഴിവാക്കുന്നതിൽ 2019 പരാജയപ്പെട്ടു. അതിനപ്പുറത്ത് 2019 ഭരണസമിതി ബോർഡ് എന്തെങ്കിലും ഒരു ഉപഹാരം, സോണിയാഗാന്ധിയുടെ കയ്യെ കെട്ടിയ പോലൊരു സാധനമോ, അല്ലെ ഗോവർദ്ധൻ സോണിയാഗാന്ധിക്ക് കൊടുത്ത പോലൊരു സാധനമോ, അടൂർ പ്രകാശിന് ഈ ഗോവർദ്ധനോ ഈ പോറ്റിയോ കൊടുക്കുന്ന പോലത്തെ സാധനങ്ങളോ, ഈന്തപ്പഴമോ, ഇതൊന്നും ഞങ്ങളാരും കൈപ്പറ്റിയതായിട്ട് ഒരു കടലാസയിലും ഇല്ല. അതുകൊണ്ട് ആദ്യമായി മനസ്സിലാക്കേണ്ടത് പ്രതിരോധിക്കേണ്ടതൊക്കെ കോൺഗ്രസ്സാണ്. ശരി, അങ്ങ് പൂർണ്ണമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാണ് പറഞ്ഞത്, ഒരു തെറ്റായ ആളുമായി അല്ലെങ്കിൽ സോണിയാഗാന്ധിക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് അങ്ങയുടെ ഭാഗത്തുള്ള ഒരു നേതാവ് കൂടി പറഞ്ഞിരുന്നു. അതും അങ്ങയുടെ ഓർമ്മയിലുണ്ടല്ലോ അല്ലേ? അല്ല, ഞാൻ പറയുന്നത് പ്രതിരോധിക്കാതിരിക്കണോ അതിനുവേണ്ടി? സോണിയാഗാന്ധിയുടെ കയ്യെ കെട്ടിയ സാധനം എന്താണ്? അത് സ്വർണ്ണമാണോ? കിട്ടിയ ഉപകാരം എന്താണ്? അത് അവർ വ്യക്തമാക്കട്ടെ. അത് കടകംപള്ളി സുരേന്ദ്രൻ്റെ പണിയല്ലല്ലോ, കോൺഗ്രസിൻ്റെ പണിയല്ലേ. കോൺഗ്രസിൻ്റെ പണി കോൺഗ്രസ് ചെയ്യട്ടെ. ഇവിടെ എന്താ ഉണ്ടായത്? ശബരിമലയിൽ ഇപ്പം 3-4 ഉത്തരവുകൾ ഈ ബെഞ്ചിൻ്റെതായിട്ട് വന്നു, ദേവസ്വം ബോർഡ് ബെഞ്ചിൻ്റെതായിട്ട് വന്നു. സാധാരണഗതിയിൽ ഏതെങ്കിലും അന്വേഷണം നടക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കോടതി നിർദ്ദേശം കൊടുക്കാറുണ്ടോ? നിർദ്ദേശം കൊടുക്കാൻ പാടില്ല, അന്വേഷണത്തിൽ ഇടപെടാൻ പാടില്ല. ഇവിടെ ദേവസ്വം ബോർഡ് ബെഞ്ച് പറയുകയാണ്, എന്ത് പറയുകയാണ്? ഇന്നവരൊക്കെ പ്രതിയായിരിക്കണം, ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യണം. അപ്പോൾ അന്വേഷണം നടത്തുന്നത് SIT അല്ല, കോടതി തന്നെയാണ്. കോടതി ഇതുവരെ ഇറങ്ങിയ 4 ഉത്തരവിലും രമേശ് ചെന്നിത്തല പറഞ്ഞതും VD സതീശൻ പറഞ്ഞതും അല്ല പറയുന്നത്. കോടതി പറയുന്നത് അന്വേഷണം ശരിയായ നിലയിലാണ്, ഈ സ്വർണം ഊറ്റിയതാണ്. രമേശ് ചെന്നിത്തല പറയുന്ന പോലെ ഇത് പുറത്തോട്ട് കൊണ്ടുപോയിട്ടില്ല. VD സതീശൻ പറയുന്ന പോലെ ഇത് കോടീശ്വരന് കടകംപള്ളി വിറ്റു എന്ന് പറയുന്ന കള്ളത്തരം, അത് കള്ളമാണ്, സത്യമായിട്ടും അങ്ങനെ വിൽപ്പന ഉണ്ടായിട്ടില്ല. അതായത് അങ്ങ് പറയുന്നത് കുറ്റപത്രം വൈകുന്നത് എന്നത് ഈ കേസിന്റെ ഒരു സങ്കീർണത പരിഗണിച്ചുണ്ടാകുന്ന ഒരു കാര്യമാണ് എന്നാണോ? അതോ അത് സ്വാഭാവികമായി അങ്ങനെ നടക്കുന്നതാണ്, അല്ലാതെ ഒരു ഇടപെടലും ഇല്ലാതെ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകുന്നു എന്നാണോ കരുതുന്നത്? അല്ല, ഇത് തീരെ സമയമില്ലെങ്കിൽ പിന്നെ നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. ഞാൻ അങ്ങോട്ട് തന്നെ ചോദിച്ചാ, ഒത്തിരി പേര് ചർച്ചയിലുണ്ട്. അല്ല, അങ്ങേക്ക് തീരെ സമയമില്ലെങ്കിൽ ഞാനത് ബുദ്ധിമുട്ടില്ല, എനിക്ക് സന്തോഷത്തോടെ ഞാനൊരു ഭാഗം ഇത്രയും പേര് ഞങ്ങളെ ആക്രമിച്ചിട്ട് ഇത്രയും പേര് ഞങ്ങളെ ആക്രമിച്ചാൽ പറയട്ടെ. ഞാൻ അതിൽ ഇടപെട്ടും ചോദിച്ചോളൂ, ഉത്തരം പറഞ്ഞു. എന്തുകൊണ്ടാണ് ദേവസ്വം ബെഞ്ച് അപ്പൊ എന്തുകൊണ്ടാണ് ദേവസ്വം ബെഞ്ച് അത് 1947
48 അല്ലെങ്കിൽ 49 ഹിന്ദു മതസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട നിയമമനുസരിച്ച് ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമപരമായ മേൽനോട്ടാധികാരി ഹൈക്കോടതിയാണ്. അത് ഇന്ന് തുടങ്ങിയതല്ല. ഈ ഹൈക്കോടതി 2004 അവിടെ ഉണ്ട്. ഈ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അവിടെയുണ്ട്. ആ ദേവസ്വം ബെഞ്ചിൻ്റെ ചുമതലയിൽ ദേവസ്വം ബെഞ്ച് നിയോഗിച്ച അഡ്വക്കേറ്റ് കമ്മീഷണർ മാതൃഭൂമിനെ ചൂണ്ടിക്കാട്ടിച്ച ശ്രീ കുറുപ്പ് കട്ടിളപ്പാള് മാറുമ്പോൾ അവിടെ നിപ്പുണ്ടല്ലോ, കൊടിമരം മാറുമ്പോൾ അവിടെ നിപ്പുണ്ടല്ലോ. ഈ കട്ടിളപ്പാള് മാറുമ്പോൾ പോറ്റി വന്നത് ശബരിമലയിലെ ഈ ഹൈക്കോടതി നിയോഗിച്ച കമ്മീഷണറായ ശ്രീ കുറുപ്പ് സാർ അറിഞ്ഞില്ലേ? അപ്പോൾ എന്താണ് പ്രശ്നം? ഇതെല്ലാം നടക്കുമ്പോൾ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അവിടെ ഉണ്ട്. ആ ദേവസ്വം ബോർഡ് ബെഞ്ചിൻ്റെ ചുമതലക്കാരായ ജഡ്ജിമാരെ ഈ കാര്യം അറിയിക്കുന്നതിൽ വീഴ്ച വന്നോ? അന്നത്തെ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച വന്നോ? ഈ കാര്യം കൂടെ പരിശോധിച്ചാലേ കാര്യങ്ങൾ നടക്കൂ. ഒരു കുടിപ്പക പോലെ ഈ ഡിവിഷൻ ബെഞ്ച് അല്ലെങ്കിൽ ദേവസ്വം ബെഞ്ചിനെ പരിഗണിക്കാതെ ഓരോ ജാമ്യാപേക്ഷയിലും SITയെ ദുർബലപ്പെടുത്തുന്ന ഉത്തരവുകൾ ഒരു സിംഗിൾ ജഡ്ജി പുറപ്പെടുവിക്കുന്നു. അപ്പോൾ സിംഗിൾ ജഡ്ജി പറയുന്നതാണോ ഡിവിഷൻ ബെഞ്ച് പറയുന്നതാണോ ശരി? ഇതിലാരാണ് ശബരിമല അയ്യപ്പൻ്റെ കൂടെ സത്യാന്വേഷണത്തിന് നിൽക്കുന്നത്? നമ്മൾക്കെന്ത് മനസ്സിലാകും? ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയ കാര്യം, അടിസ്ഥാന പ്രശ്നം എന്താണ്? കട്ടളപ്പാളിയിലെ ദ്വാരപാലക ശില്പത്തിലെ അല്ലെങ്കിൽ വാതിലിലെ എത്രത്തോളം സ്വർണം അതിൽ പതിച്ചിരുന്നു? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. അതിന് എന്ത് ആധികാരിക രേഖയാണ് കിട്ടിയത്? അതിന് മഹസറുണ്ടോ? അത് അളന്നെടുത്തിട്ടുള്ളതാണോ? അത്തരമൊരു രേഖ കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര ഗ്രാം സ്വർണം അതിലുണ്ട് അല്ലെങ്കിൽ എത്ര കിലോ സ്വർണം അതിലുണ്ട് എന്ന് കാണാം. ഇപ്പം പരിശോധന നടത്തിയപ്പോൾ എത്ര കിലോ അതിലുണ്ട് അല്ലെങ്കിൽ എത്ര ഗ്രാം ഉണ്ടെന്ന് കണക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഈ പോറ്റിയുടെ നേതൃത്വത്തിൽ ഗോവർദ്ധനും അതുപോലെ തന്നെ മറ്റേ പങ്കജ ഭണ്ഡാരി അടക്കമുള്ള സംഘം എത്ര ഊറ്റി, എത്രത്തോളം സ്വർണം ഊറ്റി എന്ന കണക്ക് കിട്ടാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതാണ്, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചെയ്യേണ്ടതാണ്, ആ കടലാസിൽ എത്രയുണ്ടെന്ന് കാണണം. ഞാൻ ഈ ഇതുവരെ 4 ഉത്തരവ് നോക്കിയിട്ടും ആ രേഖ കണ്ടെത്തിയതായി കണ്ടില്ല. ആ രേഖ കാണാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? അല്ല, ഇപ്പോൾ നടക്കുന്ന ശാസ്ത്രീയ അന്വേഷണത്തിൻ്റെ ഭാഗമായി അതിലെത്താൻ കഴിയുമോ? അത് കോടതി പരിശോധിക്കട്ടെ. നമ്മൾ മുൻവിധിയൊന്നും വേണ്ട. ഇവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 90 ദിവസം കഴിഞ്ഞാൽ ജാമ്യം കൊടുക്കേണ്ടി വരുമെന്ന് അറിയാൻ വയ്യാത്ത കോടതിയല്ല ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. ഈ ഉദ്യോഗസ്ഥന്മാർ അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനോട് സംസാരിക്കാതിരിക്കാനും ന്യായമില്ല. കാരണം എന്താണ്? ജാമ്യം കൊടുത്ത ഉത്തരവ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ വരും, റിപ്പോർട്ട് വരും. റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ 90 ദിവസമായി. എന്നാൽ പിന്നെ ബാക്കി ചെയ്യാൻ ഹൈക്കോടതിക്കല്ലേ തോന്നേണ്ടത്, ഡിവിഷൻ ബെഞ്ചിനല്ലേ തോന്നേണ്ടത്. അത് ദേവസ്വം ബെഞ്ചാണ്, വഴിപോക്കരല്ല. ഇത് സർവമായി കൈകാര്യം ചെയ്യുകയും FIRലെ പ്രതികളെ നിശ്ചയിക്കുകയും അറസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധിക്കുകയും അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്ത മേൽനോട്ടാധികാരമുള്ള ഒരു കോടതി. ആ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുമ്പോൾ ഇതിൽ സംസ്ഥാന സർക്കാരിനെ ഇടപെടുത്താൻ കഴിയും എന്ന തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. അതുകൊണ്ട് 2 വാക്കുകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 2 വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, ശബരിമലയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയ കാഴ്ചപ്പാടേ ഇല്ല. അത് പരിപാവനമായ പരിശുദ്ധമായ ഇടമാണ്. ആ പരിശുദ്ധമായ ഇടത്തെ കളങ്കപ്പെടുത്തിയത് ആര്? ചോദ്യം. ഇപ്പോൾ ബഹുമാനപ്പെട്ട തന്ത്രി ജയിലിലാണ്. തന്ത്രി ജയിലിലായതുകൊണ്ട് താന്ത്രിക സ്ഥാനത്തുള്ളവരെല്ലാം കുറ്റവാളിയല്ല. ഒരു തന്ത്രി മാത്രമല്ല ശബരിമലയിലുള്ളത്. അതുകൊണ്ട് തന്ത്രി കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി പ്രതിയായി എന്നതുകൊണ്ട് ആ താന്ത്രിക സ്ഥാനമാകെ ആക്രമിക്കപ്പെടാൻ പാടില്ല. ഞങ്ങളുടെ കൃത്യമായ കാഴ്ചപ്പാടാണ്. പക്ഷേ ഈ വ്യക്തി ഒരു ദിവസം 2.5 കോടി രൂപ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ കൊണ്ട് നിക്ഷേപിച്ചു എന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തു. അപ്പൊ ഇഡിക്ക് വേണമെന്ന് അന്വേഷിക്കാം. ആ സ്ഥാപനം പൂട്ടുകയും ചെയ്തു. ഇഡി അന്വേഷിക്കത്തില്ല. ഇഡി അന്വേഷിക്കാത്തതിന് കാരണം എന്താണ്? ശബരിമലയിലെ അയ്യപ്പന്റെ പൊതുസ്ഥാനത്തുള്ള വ്യക്തി 2.5 കോടി രൂപ ഒരു പൂട്ടിയ സ്ഥാപനത്തിൽ കൊണ്ട് ഒരു ദിവസം ഇട്ടു എന്ന് പറഞ്ഞാൽ ഇഡിക്ക് അന്വേഷിക്കേണ്ട കാര്യമാണ്. കൊടകര പോലെ ഇഡി നോക്കുന്നില്ല. BJPക്കാർക്ക് പരാതിയില്ല. ഒറ്റ വാക്കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതിൽ രാഷ്ട്രീയമൊന്നും ഇല്ലെങ്കിൽ പോലും ഉത്തരം പറയേണ്ടത് കോൺഗ്രസ് ആണ്. എന്തിനാണ്? ഞാൻ ഇപ്പോഴും പറയുന്നു, എന്തധികാരത്തിലാണ്? ശരി, അങ്ങ് അത്യാവശ്യം സമയം കിട്ടിയത് ഞാൻ പ്രതീക്ഷിക്കുന്നു. ജിൻഡോ ജോൺ അതിന് മറുപടി പറയാനുണ്ടാവും. മഹേഷ് പണിക്കറിലേക്ക് എനിക്ക് അടുത്ത് പോകണം. ഒരു ഇടവേള അനിവാര്യമാണ്. ശേഷം മഹേഷ് പണിക്കർ. ശ്രീ മഹേഷ് പണിക്കർ, ആദ്യഘട്ടത്തിൽ എല്ലാവരും ഈ അന്വേഷണം ഇത് എങ്ങനെ പോകുന്നു, ഈ സ്വാഭാവിക ജാമ്യം കിട്ടുന്നത്
കുറ്റപത്രം വൈകിപ്പിക്കുന്നതാണോ സംശയത്തിലെ പ്രതികരണങ്ങളാണ്. അങ്ങയ്ക്ക് എന്താണ് ഇപ്പോൾ തോന്നുന്നത്? യഥാർത്ഥത്തിൽ ഇത് സത്യാവസ്ഥ തെളിയുമെന്ന പ്രതീക്ഷയാണോ ഇപ്പോൾ അങ്ങേക്കുള്ളത്? അതോ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്നു, ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന നിലയ്ക്കാണോ ഇപ്പോൾ ഈ 3 പേർ ഇന്നൊരാൾ കൂടി പുറത്തിറങ്ങുമ്പോൾ അല്ലെങ്കിൽ മറ്റന്നാൾ പോറ്റിയും പുറത്തിറങ്ങാനുള്ള സാധ്യത നിലനിൽക്കുമ്പോൾ തോന്നുന്നത്? ഈ പോറ്റി ഇപ്പോൾ ബാക്കിയുള്ളവർ ഇറങ്ങിയ പോലെ അല്ല, ഈ പോറ്റി പുറത്തിറങ്ങിയാൽ അതൊരു ഗുരുതരമായ അപകടമാണ്. കാര്യം എന്താണെന്ന് ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ ഇവിടുത്തെ ആദ്യത്തെ പ്രശ്നം എന്താണ്? ഈ പാളി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ, ചെമ്പ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ, 2 ഈ പാളി മറ്റാർക്കെങ്കിലും മറിച്ച് വിറ്റിട്ടുണ്ടോ. ഈ പാളി ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം തന്നെ അവിടെ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ വാതിൽ ചെയ്യുമ്പോഴത്തേക്ക് വാതിലിൻ്റെ പാളികൾ ആദ്യം ഇറക്കുന്നു, പിന്നെ അളവെടുത്തുകൊണ്ട് പോകുന്നു, തടി ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ഫിറ്റ് ചെയ്ത് നോക്കുന്നു, പിന്നെ രണ്ടാമത് ചെമ്പ്, അതായത് ഹൈദരാബാദിലെ നാഗേഷ് എന്നും പറഞ്ഞ ഒരു ടീമിനെ കൊണ്ട് ചെമ്പിലുണ്ടാക്കി ആ നാഗേഷ് ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ വന്നിട്ട് ആ ചെമ്പ് പാളി അവിടെ ഫിറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് അവർ ആ വാതിൽ പാളികൾ അവിടെ നിന്ന് ഇളക്കുന്നത്. അപ്പം ആ ഒരു നാഗേഷിൻ്റെ അടുത്തോട്ടാണ് ഈ 39 ദിവസം നമ്മുടെ ധാരപാലക പാളികൾ ഇളക്കിയപ്പോഴത്തേക്ക് ആദ്യം അങ്ങോട്ടാണ് ചെല്ലുന്നത്. അപ്പം ആ രീതിയിലേക്ക് ഈ നാഗേഷ് എന്ന് പറഞ്ഞ ഹൈദരാബാദിലെ ചെമ്പ് പണിക്കാരൻ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡിയിലുള്ള ചെമ്പ് പണിക്കാരനാണ് ഇതിനകത്തെ മെയിൻ കീ പിന്ന്. അപ്പം അയാളിലേക്ക് ഈ അന്വേഷണം പോയിട്ടില്ല. കാര്യം ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുവാണെങ്കിൽ അയാൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ നാഗേഷ് എന്ന് പറഞ്ഞ ആ ഒരു വാതിലങ്ങ് അടയ്ക്കാനാണ്. അപ്പം അത് സൂക്ഷിക്കേണ്ടതാണ്, അതൊരു അപകടമാണ്. കാര്യം അങ്ങനെ മാത്രമേ ഈ പാളിയുടെ കേസ് അറിയാൻ പറ്റൂ. പാളി അവർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ആ നാഗേഷ് എന്ന് പറഞ്ഞ ഹൈദരാബാദിലേക്ക് അന്വേഷണം വ്യാപിക്കണം. അതാണ് അതിനകത്തൊരു പ്രശ്നമുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഈ പൂജകൾ വിശ്വാസികളെ പരമായിട്ട് ബന്ധപ്പെട്ട് ഈ പല ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന പൂജകളുടെ ആ കറക്റ്റ് ചെറിയ മൊഴിയെടുപ്പോ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുണ്ടോ എന്നുള്ളത് മാത്രമാണ് ഇപ്പം ജയറാമിൻ്റെയൊക്കെ കേസിലും അങ്ങനെ അന്വേഷിച്ച് മതിയാക്കിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. അവിടെ പൂജകൾ എവിടെയൊക്കെ പൂജകൾ നടന്നു, അതുപോലെ കൊച്ചുതന്ത്രി നടത്തിയിരുന്ന പൂജകൾ കുറേയിടത്ത് പൂജകൾ നടത്തിയിട്ടുണ്ട്. ആ ബാംഗ്ലൂരും അങ്ങനത്തെയൊക്കെ സാധ്യത തന്നെ ഒരു ഇത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അവിടോട്ടുള്ള പൂജകളിലേക്കുള്ള അന്വേഷണമൊക്കെ വളരെ കാര്യക്ഷമമായിട്ട് പോയില്ലെങ്കിൽ ഇത് ഒന്നുമില്ലാത്ത രീതിയിൽ ഇത് വെറും സ്വർണം, ഇപ്പം നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ സ്വർണം മാത്രമാണ് അന്ന് 27 ലക്ഷം രൂപയേ ഉള്ളൂ. ഏകദേശം 1-2 കിലോ മോട്ടിച്ചാൽ പോലും 50 ലക്ഷം രൂപ, 10 വിവരൻ്റെ 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഇത്ര മഹത്തായ സ്വന്തം ഇരിക്കുന്ന കൊമ്പ് ആരെങ്കിലും മുറിക്കും, അല്ലെങ്കിൽ പൊന്മുട്ടയിടുന്ന താറാവിനെ ആരെങ്കിലും കൊല്ലൂ. അപ്പം അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇത് ഉറപ്പായിട്ടും ഇതിനകത്തൊരു വിശ്വാസപരമായ കൊള്ളയാണ്. അതിനകത്ത് ഈ ചെമ്പ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ചെമ്പ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഈ നാഗേഷ് എന്ന് പറഞ്ഞ ഹൈദരാബാദുകാരനാണ്. ഈ നമ്മുടെ ധാരപാലക പാളി ഈ 39 ദിവസത്തെ ട്രാവലിനകത്ത് അവിടെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ വാതിൽ ഇളക്കുന്നതിന് മുമ്പ് അവിടുന്നാണ് ഈ ബാംഗ്ലൂരിൽ ഈ ഇളവള്ളി നന്ദൻ എന്ന് പറഞ്ഞ ആൾ ഈ കഥ ഉണ്ടാക്കിയിട്ട് ഈ 2 കഥ ഒരേ സമയം 2 കഥ അവരുണ്ടാക്കുന്നത്. അവരുടെ ഇൻ്റർവ്യൂ നോക്കി നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാണ്. ഈ 2 കഥവും കൊണ്ട് ബാംഗ്ലൂർ വെച്ച് പണിതിട്ട് അവിടുന്ന് ഹൈദരാബാദ് പോയിട്ടാണ് അതിനകത്ത് ചെമ്പ് പൊതിഞ്ഞ് വന്നിരിക്കുന്നത്. അപ്പം ആ ചെമ്പ് പണിക്കാർ അവിടെ വന്നിട്ടുണ്ട്. അപ്പം ഈ ചെമ്പ് പണിക്കാരെ ഒന്നും ചോദ്യം ചെയ്തിട്ടില്ല. ആദ്യത്തെ നമ്മുടെ വിജിലൻസ് ഇതൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ആ വിജിലൻസിൻ്റെ ആ രീതിയിലുള്ള അന്വേഷണം, എങ്ങോട്ടാണ് ഇത് ട്രാവൽ ചെയ്ത്, എങ്ങനെയാണ് ഇതിൻ്റെ എക്സിക്യൂഷൻ നടന്നതെന്നുള്ള രീതിയിലുള്ള അന്വേഷണം കറക്റ്റായിട്ട് പോയിട്ടില്ല. ഇത് ജസ്റ്റ് റെക്കോർഡിക്കൽ എവിഡൻസ് എടുക്കാനും എങ്ങനെയുണ്ട് മറ്റേ ദേവസ്വം ബോർഡ് അധികാരികളിൽ എന്തെങ്കിലും റെക്കോർഡ്സ് ഉണ്ടോ അല്ലെ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ മാത്രമാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. അതിൻ്റെ റിയൽ ആയിട്ടുള്ള എക്സിക്യൂഷൻ എവിടെയാണ് നടന്നത്? ഈ പാളിയിൽ നിന്ന് സ്വർണ്ണം അടിച്ചു മാറ്റിയത് ആ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അവിടെ ആദ്യം അവർ നിഷേധിക്കുമായിരുന്നു, അവർക്ക് അതിനുള്ള കഴിവില്ല, വേറൊരു ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ പിന്നെയാണ് അത് ബോധ്യപ്പെടുകയും അവിടുന്ന് വന്നിട്ടുള്ള സ്വർണം വേർതിരിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ VSSCയുടെ ആ റിസൾട്ട് വരുന്നതിനകത്ത് ചെമ്പുപാളികളുടെ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ വ്യത്യാസം അറിയാൻ പറ്റും. ഒരു കാലത്തും 2 സമയത്തെ ചെമ്പുപാളി ഒരേപോലെ അതിൻ്റെ ഇമ്പ്യൂരിറ്റീസ് ആകത്തില്ല. അതിപ്പോഴും അവർക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അതിൻ്റെ അന്വേഷണവും വന്നിട്ടില്ല. ഇപ്പോഴാണ് ജസ്റ്റ് അമ്പലം അടച്ചു കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അവർ ആ ഒരു പാളിയുടെ എന്താ പറഞ്ഞാൽ ആ ഒരു സാമ്പിൾ എടുത്തിരിക്കുന്നത്. അങ്ങനത്തെ രീതിയിൽ മൊത്തത്തിൽ ഒരുക്കുന്നതല്ല, ചെമ്പുപാളി മാത്രം. അപ്പോൾ ഇങ്ങനെ 3 കാര്യങ്ങളിൽ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ കേസ് ഫ്രെയിം ചെയ്യാൻ പറ്റും. ഈ യഥാർത്ഥ ചെമ്പുപാളിയിലല്ല രണ്ടാമത് വന്ന പാളി കാര്യം അല്ലേ ആ 4 കിലോ വ്യത്യാസം വരത്തില്ല. ഇവിടുന്ന് പോയ പാളി തിരിച്ച് സ്മാർട്ട് ക്രിയേഷനിൽ ഹൈദരാബാദ് പോയിട്ട് തിരിച്ചു വരുമ്പോൾ 4 കിലോയാണ് അതിൻ്റെ വ്യത്യാസം വരുന്നത്. അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോഴേ അങ്ങനെ വരത്തുള്ളൂ. അല്ലാണ്ട് ഒരു കാര്യത്തിലും അങ്ങനെ 4 കിലോ കുറയത്തില്ല. അപ്പം അതൊക്കെ വളരെ വ്യക്തമാണ്. ഇതിനകത്ത് നമ്മൾ പണിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതിൻ്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരെന്നുള്ള രീതിയിൽ വളരെ വ്യക്തമാണ് ഇതിനകത്ത് കൊള്ള നടന്നിട്ടുണ്ട്, പാളി മാറ്റിയിട്ടുണ്ടെന്നുള്ളത്. കാര്യം ഇത് ഇത്രയും തെളിവുകൾ മതി. പക്ഷേ ഇത് എങ്ങനെയോ അവർക്ക് അതിൻ്റെ ഒരു എവിഡൻസിന്റെ രീതിയിലോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലോ ആദ്യം ചെയ്യാൻ പോകുന്നത് ആദ്യ റിപ്പോർട്ട് തന്നെ കൂടുതൽ സാങ്കേതികത്വം നിറഞ്ഞതാണ്. അതിന്റെ മൊഴികൾ എടുക്കുമ്പോൾ അതിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമത് ഇതിലെ ഭാഗങ്ങൾ പരിശോധനയ്ക്കായി കൊണ്ടുവരികയാണ്. 2 മാസമെങ്കിലും കുറഞ്ഞത് ഒരുപക്ഷെ വേണ്ടി വന്നേക്കാം. എന്താണ് അതിന്റെ യഥാർത്ഥ ചിത്രം? ഞാൻ ശ്രീ ജിൻഡോ ജോണിലേക്ക് പോവുകയാണ്. കാരണം ശ്രീ അനിൽകുമാറിന്റെ പ്രതികരണത്തിൽ കോൺഗ്രസിനെതിരായി കൂടുതൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ശ്രീ ജിൻഡോ ജോൺ, ഇപ്പോൾ കോടതിയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്, സർക്കാരിനെതിരൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു. കോടതിയുടെ ഭാഗത്തു നിന്ന് പല ഘട്ടത്തിൽ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ചില അറസ്റ്റ് നടപടികൾ പോലും ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. അങ്ങനെയെങ്കിൽ ഈ SITയുടെ അന്വേഷണത്തിൽ കോടതിക്ക് ഇത്ര അതിർത്തി ഉണ്ടെങ്കിൽ അത് ഏത് വിധേനയും അടുത്തൊരു ഏജൻസിയിലേക്ക് കൈമാറേണ്ട സാഹചര്യമുണ്ടോ? ഒപ്പം കോൺഗ്രസിന്റെ ഒപ്പം നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എന്തിന് ഞങ്ങൾ സംരക്ഷിക്കണം എന്നതാണ് ശ്രീ അനിൽകുമാർ ചോദിക്കുന്നത്.
തീർച്ചയായിട്ടും ദിവിഷെ, അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് മറുപടി പറയാതെ പോയാൽ അതൊരു കുഴപ്പം തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുക. എനിക്ക് എന്തായാലും അനിൽകുമാറിനോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, സ്വർണ്ണക്കൊള്ള ശബരിമലയിൽ നടന്നു എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടാവുമല്ലോ? നടന്നിട്ടുണ്ട്. അവിടുത്തെ സ്വർണത്തിൻ്റെ അളവിൽ കുറവുണ്ടെന്ന് സമ്മതിക്കണമല്ലോ. ചട്ടം ലംഘിച്ച് ദ്വാരപാലക ശില്പങ്ങളും മറ്റ് അവിടുത്തെ സാധന സാമഗ്രികളും വാതിലും കട്ടിളപ്പടിയും ഒക്കെ അടിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇങ്ങനെ കൊണ്ടുപോയ ശില്പങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പല നാടുകളിൽ പ്രദർശനത്തിന് വെച്ചു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമുണ്ടാകാൻ സാധ്യതയില്ല. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, സ്വർണം ചെമ്പാക്കി മാറ്റിയ ഉത്തരവിൽ ഒപ്പിട്ടത് വാസു ആണെന്നുള്ള കാര്യത്തിലും വലിയ തർക്കം നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയില്ല. ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ 2019 ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് വന്നിട്ട് അത് പൂഴ്ത്തി വെച്ചതും നിങ്ങൾ സഖാക്കന്മാർ ഭരിക്കുന്ന കാലത്താണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു തർക്കമുണ്ടാകാനിടയില്ല. ഇക്കാര്യത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വാസുവും മുരാരി ബാബുവും സുദേശ് കുമാറും അതുപോലെ പോറ്റി അടക്കമുള്ള മുഴുവൻ അമ്പലക്കൊള്ളക്കാരും CPM-മായി അടുത്ത ബന്ധമുള്ള ആളുകളാണെന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടാകാൻ ഇടയില്ല. കാരണം ഇപ്പോഴും ജയിലിൽ തുടരുന്ന CPM-ന്റെ ജില്ലാ കമ്മിറ്റിയിലും ജയിലിലും ഒരേ സമയം തുടരുന്ന പത്മകുമാർ നിങ്ങളുടെ നേതാവാണ്. അപ്പോഴാണ് താങ്കൾ പറയുന്നത് സോണിയാഗാന്ധിയും കോൺഗ്രസ് ഉത്തരം പറയണമെന്ന്. CPM-ന്റെ നേതാക്കന്മാരും പാർശ്വവർത്തികളും ആശ്രിതരുമായിട്ടുള്ള അമ്പലക്കൊള്ളക്കാർ ജയിലിൽ പോയതിന് സോണിയാഗാന്ധി ഉത്തരം പറയണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് താങ്കൾ പറയുക ശബരിമല പരിപാവനമായ ഇടമാണ്, അത് അശുദ്ധമാക്കിയെന്ന്. CPM ഒരു മതനിരാസക പാർട്ടിയാണ്. ഈ പരിശുദ്ധിയും ശുദ്ധിയും ഒക്കെ എന്ന് തൊട്ടാണ് നിങ്ങൾ എൻഡോഴ്സ് ചെയ്ത് തുടങ്ങിയത് എന്നുള്ളത് രാഷ്ട്രീയമായിട്ടൊരു ചോദ്യമാണ്. പക്ഷെ ഞങ്ങൾ അത്തരം പരിഭാവനമായ കാര്യങ്ങൾ, പരിശുദ്ധി വിശുദ്ധിയൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ കൂടിയാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ശബരിമലയുടെ പരിഭാവനത, പരിശുദ്ധി കളങ്കപ്പെടുത്തിയെന്ന് താങ്കൾ പറയുന്നത് രണ്ട് വിഭാഗക്കാരാണ്. ഒന്ന്, ആചാര ലംഘനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ശബരിമലയിലേക്ക് നടന്നു കയറ്റിച്ച ആക്ടിവിസ്റ്റുകളുടെ സാന്നിധ്യം, അതിന് നേതൃത്വം കൊടുത്ത പിണറായി വിജയന്റെ പോലീസ്. രണ്ട്, അവിടെ നിരന്തരമായ അമ്പലക്കൊള്ളയിലൂടെ അഴിമതിക്ക് കൂത്തരങ്ങിന് ഇടയാക്കിയ CPM-ന്റെ പത്മകുമാർ അടക്കമുള്ള തന്ത്രിയും പോറ്റിയും മന്ത്രിയും അടക്കമുള്ള കള്ളസംഘം കൊള്ളക്കാർ, അതും നിങ്ങളുടെ ആളുകളാ, സഖാക്കന്മാരാ. അതുകൊണ്ടാണ് അവർ ജയിലിൽ കിടക്കുന്നത്. അപ്പൊ പറയാ സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്തോ കെട്ടിക്കൊടുത്തു എന്ന്. സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്തോ കെട്ടിക്കൊടുത്തു എന്നുള്ള കാര്യത്തിൽ നിങ്ങളുടെ CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിക്കോ ഇപ്പോഴും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന കടകംപള്ളി സുരേന്ദ്രനോ അങ്ങനെ ഒരു ആക്ഷേപമുണ്ടോ? MA ബേബിക്കില്ലാത്ത ആക്ഷേപം അനിൽകുമാർ പറഞ്ഞാൽ അത് കേരളത്തിലെ CPM-ന്റെ സഖാക്കന്മാർ പോലും വിശ്വസിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി സോണിയാഗാന്ധിക്ക് കൊടുത്ത, കയ്യിൽ കെട്ടിക്കൊടുത്ത സാധനത്തിന്റെ അളവും തൂക്കവും അന്വേഷിക്കാൻ പോകുന്ന താങ്കൾ പിണറായി വിജയന്റെ നാവിന്റെ ഉള്ളിൽ എന്ത് സാധനമായിരുന്നു, വായിൽ എന്ത് സാധനമായിരുന്നു നിങ്ങൾ അന്വേഷിക്കണ്ടേ? 2019 ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ട് അതിനുശേഷം 2025 അതേ അമ്പലക്കൊള്ളക്കാരെ ഇതേ കാരണത്തിന് വേണ്ടി വീണ്ടും സ്വർണം പൂശാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ സർക്കാരും നിങ്ങളുടെ ദേവസ്വം വകുപ്പും ദേവസ്വം ബോർഡും എന്തെടുക്കുകയായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാതെ വായിൽ എന്ത് സാധനമായിരിക്കുന്നു എന്നുള്ള മറുപടി CPM പറയണം. ഇനി കോടതിയെ നിങ്ങൾ സംശയിക്കുന്നു, കോടതിയിൽ ഇടപെടുന്നു, SIT-യെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നു എന്ന്. നിങ്ങളുടെ സഖാക്കന്മാർ ജയിലിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക വികാരമായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റുള്ളൂ. ഇനി കോടതി ഇടപെടലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആ ആക്ഷേപം പച്ചയ്ക്ക് അങ്ങ് പറയണം. ഈ കോടതി ശരിയല്ലെന്ന്. അനിൽകുമാർ അഡ്വക്കേറ്റ് ആണല്ലോ. ഇപ്പൊ കോടതിയെ ട്യൂഷൻ പഠിപ്പിക്കാൻ മാത്രം നിയമപരിജ്ഞാനമുള്ള അനിൽകുമാർ, CPM-ന്റെ നേതാവായിട്ടുള്ള അനിൽകുമാർ പറയണം കോടതിക്ക് പിഴച്ച ഭാഗങ്ങൾ ഏതാണെന്ന്. അത് കൃത്യമായിട്ട് തിരുത്തി കൊടുക്കണം. SIT-യുടെ നടപടിയിൽ നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? സംശയിക്കുന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഭാഗത്താണ്? പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട ഭാഗത്ത് നിങ്ങൾക്ക് സംശയമുണ്ട്. പക്ഷെ തന്ത്രിയെ പിടിച്ച് അകത്തിടുമ്പോൾ ആ ഭാഗത്തെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. എങ്ങനെയാ SIT-യുടെ നടപടിയിൽ ഒരു ഭാഗം മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും മറ്റൊരു ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുമാകുന്നത്? അപ്പൊ സഖാക്കന്മാർ ജയിലിൽ പോകുമ്പോൾ SIT-യും കോടതിയും മോശം, സഖാക്കന്മാരല്ലാത്തവർ ജയിലിൽ പോകുന്ന സാഹചര്യം ഉണ്ടായാൽ തന്ത്രിയെ പിടിച്ചകത്തിട്ടാൽ SIT നല്ലത്. ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, CPM-ന് ഒരു ബന്ധമില്ലെങ്കിൽ പത്മകുമാറിനെ എന്തിന് നിങ്ങൾ സംരക്ഷിക്കുന്നു? ഒരേ സമയം ജില്ലാ കമ്മിറ്റിയിലും ജയിലിലും തുടരാനുള്ള സാഹചര്യം എന്തുകൊണ്ടുണ്ടാക്കുന്നു? പത്മകുമാറിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് CPM-ന് ഉത്തരം മുട്ടുന്നു? ഇനി ഫോട്ടോയോടൊപ്പം നിന്നാണെങ്കിൽ സോണിയാഗാന്ധിയുടെ ഒപ്പം പോറ്റി നിൽക്കുന്ന ഫോട്ടോയാണ് പ്രശ്നമെങ്കിൽ ആദ്യം ചോദ്യം ചെയ്യേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര് സോണിയാഗാന്ധി എന്നല്ല. തീർച്ചയായും ആ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പോരടിക്കാനുള്ള അത്രമാത്രം ചിത്രങ്ങൾ ഇതിനോടകം പുറത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ജില്ലയിലേക്ക് വരാം. ശ്രീ RV ബാബു, ഇപ്പോൾ അനിൽകുമാർ നേരത്തെ സൂചിപ്പിച്ച കോടതിക്ക് അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്തു നിന്നാണ് ഇക്കാര്യങ്ങൾ ഉണ്ടാകുന്നത്, അതിലുള്ള ഒരു വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ SIT-യുടെ അന്വേഷണത്തിൽ ഒരു അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും
നിൽക്കുമ്പോൾ ഈ അന്വേഷണം എന്ത് ഇപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സാധാരണ വിശ്വാസിയെ സംബന്ധിച്ച് ആര് കട്ടു അത് ആ കട്ടവർ നിയമത്തിന് മുന്നിൽ വരണം, ആ കട്ട മുതൽ തിരികെ അയ്യപ്പൻ്റെ അടുത്തേക്ക് എത്തിക്കണം. ഇത് മാത്രമേ സാധാരണക്കാരുടെ മുമ്പിൽ വിഷയമുള്ളൂ. അതിൽ ആരോടൊപ്പം നിന്ന് പടമെടുത്തുവെന്നോ ഏത് പാർട്ടിയുടെ അണികളാണെന്നോ ഏത് പാർട്ടിയുടെ നേതാക്കളാണെന്നോ ഒന്നും വിഷയമല്ല. പക്ഷേ ഇതെല്ലാം ഇത്തരം ആരോപണങ്ങളിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ എങ്ങനെ സത്യം തെളിയുമെന്നാണ് നിങ്ങളടക്കം പ്രതീക്ഷിക്കുന്നത്? ഈ വിഷയത്തിലെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളിൽ പെടുത്തി ഈ വിഷയത്തിൻ്റെ ഗ്രാവിറ്റി മുക്കിക്കളയാനാണ് രണ്ടു കൂട്ടരും ശ്രമിക്കുന്നത്. ഇപ്പോൾ ശബരിമലയുടെ കൊള്ളയ്ക്ക് ഈ 2019 മുതലുള്ള ചരിത്രമല്ല. ശബരിമല കൊള്ള 2007 മുതൽ 2008-2009 കാലത്തൊക്കെ നടത്തിയിട്ടുള്ള സ്വർണ്ണ പൂശലുമായി ബന്ധപ്പെട്ട് 1998 UB ഗ്രൂപ്പ് പൂശിയതിനു ശേഷം 2009 പൂശിയപ്പോൾ എന്തിനു പൂശി? അപ്പോഴും പറഞ്ഞത് എന്തായിരുന്നു? അവിടെ സ്വർണത്തിൻ്റെ തിളക്കം കുറഞ്ഞു, അത് കുറഞ്ഞു, ഇത് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. 2011 പൂശി അവിടെ നിന്ന് കൊടിമരത്തിന് സ്വർണം പെയിൻ്റ് അടിച്ചു. 2017 കൊടിമരം മാറ്റി. 2000 പ്രയാർ ഗോപാലകൃഷ്ണൻ ഇരിക്കുന്ന സമയത്ത് VS ശിവകുമാറിൻ്റെ സഹോദരൻ ജയകുമാർ 1,87,00,000 രൂപയുടെ പാത്രം തട്ടിപ്പിൽ പ്രതിയായി. ഇവിടെയൊക്കെയുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? ഞാൻ കോൺഗ്രസിനോ CPM ഇവർ രണ്ടുപേരും ഒരു കുറുവാ സംഘം പോലെ പ്രവർത്തിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കൊള്ളസംഘം ആയിട്ട് പ്രവർത്തിച്ചു. ശബരിമലയെ കൊള്ളയടിക്കുന്ന കൊള്ളസംഘമായിട്ട് പ്രവർത്തിച്ചു. ആ കൊള്ളസംഘം ഇവിടെ എന്തൊക്കെയാണ് നടന്നത്? ഇപ്പോൾ അനിൽകുമാർ പറഞ്ഞ് കൈരളി TV-കാരൻ പറഞ്ഞ പോലെ 7 ഗ്രാം സ്വർണം കൂടുതലുണ്ട് എന്ന് പറയുന്ന സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ അനിൽകുമാറിന്റെ പ്രസ്താവന നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. 7 ഗ്രാം സ്വർണം ഇപ്പൊ കൂടുതലുണ്ട് എന്ന് പറയും. അനിൽകുമാറിന് അടുത്ത ചർച്ചയിൽ വരുമ്പോൾ പറയും മിക്കവാറും 7 ഗ്രാം സ്വർണം കൂടുതലുണ്ട് എന്ന്. എന്താണ് ശബരിമലയിൽ നടന്നത്? എന്താണ് ഇപ്പൊ ഇവിടെ പറഞ്ഞു ഇപ്പോഴീ 2019 നമ്മുടെ കട്ടിലപ്പാളി, ഈ കട്ടിലപ്പാളി എവിടെയൊക്കെ പോയത് ദിവിഷേ? കട്ടിലപ്പാളിയുടെ തടി എടുത്തത് തൃശ്ശൂരിൽ നിന്ന്, അത് ചെമ്പ് പൊതിയാൻ കൊണ്ടുപോയത് ഹൈദരാബാദിൽ, അത് നമ്മുടെ സ്വർണം പൂശാൻ കൊണ്ടുപോയത് സ്മാർട്ട് ക്രിയേഷൻസിൽ ചെന്നൈയിൽ. ഇത് എന്തൊരു പരിപാടിയാണത്? തടി തൃശ്ശൂരിൽ നിന്ന് എടുക്കുക, അത് ചെമ്പ് പൊതിയാനായിട്ട് ഹൈദരാബാദിൽ കൊണ്ടുപോവുക, അത് സ്വർണം പൊതിയാൻ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോവുക, അതായത് ചെന്നൈയിൽ കൊണ്ടുപോവുക. ഇതെല്ലാം നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. പിന്നെന്താണ്, ബാംഗ്ലൂരിൽ കൊണ്ടുപോയി. ഇങ്ങനെയൊക്കെ ഇതെല്ലാം കൊണ്ടുപോയി ഓരോ തവണയും സന്നിധാനത്ത് കൊണ്ടുവരുന്നുണ്ട് ഈ കട്ടിലപ്പാളി. ആ സമയത്ത് പത്മകുമാറുണ്ട്, ആ സമയത്ത് ഈ പറയുന്ന ദേവസ്വം കമ്മീഷണറുണ്ട്. ഇവരാരെങ്കിലും ഈ വിഷയത്തെ സംബന്ധിച്ച് എന്തുകൊണ്ട്? അത് മാത്രമല്ല, ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഈ സാധനം കൊണ്ടുപോയി പ്രദർശനത്തിന് വെക്കുന്നു. അതിന്റെ പേരിൽ ജയറാമിന്റെയും പാർവതിയുടെയും ഫോട്ടോ വെച്ച് സ്പോൺസർഷിപ്പ് നേടുന്നു, പൈസ ഉണ്ടാക്കുന്നു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ആലിബാബയും 41 കള്ളന്മാരും പോലെ ഈ പറയുന്ന ആളുകൾ മുഴുവൻ, അതിൽ പത്മകുമാർ, വാസു, ഈ പറയുന്ന ആളുകൾ ഉൾപ്പെടുന്ന ഈ 41 കള്ളന്മാർ, ആലിബാബയും 41 കള്ളന്മാർ, അവരെല്ലാം ചേർന്ന് നടത്തിയ കൊള്ളയെ ന്യായീകരിക്കാനാണ് ഈ ശ്രമം മുഴുവൻ. എന്നിട്ട് തന്ത്രിയുടെ പേര് ഈ പുട്ടിന് പീര ഇടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാൽ ഇവിടുത്തെ വിശ്വാസികൾ തന്ത്രിയെ പിന്തുണയ്ക്കില്ലെന്നേ. ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളും തന്ത്രിയെ പിന്തുണയ്ക്കുന്നില്ല. ഇനി ഞാനൊരു കാര്യം വളരെ വ്യക്തമായി പറയാം അനിൽകുമാറെ, തന്ത്രി എന്ന് പറഞ്ഞ് ഇവിടെ വിശ്വാസികളുടെ വികാരത്തെ അങ്ങ് വ്രണപ്പെടുത്താം, അങ്ങനെയൊന്നുമില്ല. ഒരു സംശയം വേണ്ട. തന്ത്രിയിലെ ഈ കുടുംബത്തിലെ ഒരാൾ സ്ത്രീ വിഷയത്തിൽ പെട്ടപ്പോഴും ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികൾ, ക്ഷേത്ര വിശ്വാസികൾ ആ തന്ത്രിയെ തള്ളി പറയുകയാണ് ചെയ്തത്. ഈ തന്ത്രി ഈ വിഷയത്തിൽ കുറ്റക്കാരാണെന്നുണ്ടെങ്കിൽ ഈ തന്ത്രിയെയും ഇവിടുത്തെ വിശ്വാസികൾ തള്ളി പറയും, യാതൊരു സംശയമില്ല. നിയമത്തിന്റെ മുന്നിൽ ഈ തന്ത്രി രക്ഷപ്പെട്ടേക്കാൻ വേണമെങ്കിൽ. പക്ഷെ ധാർമ്മികമായി ഞാൻ പറയുന്നു, ധർമ്മത്തിന്റെ മുമ്പിൽ ധാർമ്മികമായി ഈ തന്ത്രിക്ക് രക്ഷപ്പെടാനാവില്ല. അത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. അത് മറ്റാരെന്ത് പറഞ്ഞാലും ധാർമ്മികമായി ഈ തന്ത്രിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് ഈ കളവിങ്ങനെ പറഞ്ഞ് അതിനെ വെളുപ്പിച്ചെടുത്ത് ഈ കട്ടത് മുഴുവൻ മറ്റൊരു തന്ത്രിയാണ് എന്ന് വരുത്തി പത്മകുമാറിനെയും വാസുവിനെയും അതേപോലുള്ള CPM നേതാക്കന്മാരെയും ഒക്കെ വെളുപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചാൽ, ഈ ചർച്ചയിൽ വന്ന് വെളുപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചാൽ അനിൽകുമാറെ അത് നടക്കാൻ പോകുന്നില്ല. അത് ഈ വിശ്വാസികൾ മുഴുവൻ ഈ കേസന്വേഷണം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇത് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങയിലേക്ക് തന്നെ വരുന്നു. ശ്രീ അനിൽകുമാർ, ഇപ്പോ ഈ പടങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും പേരിൽ എത്ര ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിക്കാനുണ്ടെന്ന് അങ്ങേക്കറിയാം, ഇപ്പോൾ ജിൻഡോയ്ക്ക് അറിയാം. ആരുടെയൊക്കെ ഒപ്പം നിന്നുള്ള ചിത്രങ്ങൾ മാധ്യമങ്ങളിലൂടെ വന്നിട്ടുണ്ട്. നമ്മൾ ആ ആരോപണങ്ങളിൽ തുടരുകയാണ്, അതങ്ങനെ അങ്ങ് പോകുമെന്നല്ലാതെ അതിൽ പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് തോന്നില്ല. പക്ഷേ ഇതിലെ കൃത്യമായി പാർട്ടി ചുമതലകൾ ഇരുന്ന അല്ലെങ്കിൽ പത്മകുമാർ അടക്കമുള്ള ആളുകൾക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്ന് പലവട്ടം ചോദിച്ചിട്ടും ഒരു കുറ്റം ആരോപിച്ചു എന്നതുകൊണ്ട് ഒരാൾ കുറ്റവാളിയല്ല എന്ന നിലയ്ക്കൊക്കെ പറഞ്ഞ് ഒഴിയുകയാണ്. ഇതിപ്പോൾ വരും ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ പത്മകുമാർ അടക്കം പുറത്തിറങ്ങാം. ഇപ്പോഴും ആരോപണം മാത്രമാണ്, കുറ്റവാളിയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ഓരോരുത്തരായി പുറത്തിറങ്ങും. പിന്നെ
സർക്കാരിന് ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറഞ്ഞത് കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്നതെന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ കഴിയില്ല. കാരണം പാർട്ടിയുടെ ഒക്കെ ചുമതലകളിൽ നിന്നിട്ടുള്ള ആളുകളാണ് ഈ കുറ്റവാളികളിൽ. സ്വാഭാവികമായിട്ടും സംശയങ്ങൾ പല വിധത്തിൽ ഉയരാം. അതിന് മറുപടി പറയേണ്ടിയും വരില്ലേ? ഒന്നാമത് ഈ ഹൈന്ദവ മത വിശ്വാസികളുടെ കുത്തകയൊന്നും RV ബാബുവിനെ ആരും ഏൽപ്പിച്ചിട്ടില്ല. ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട സാധാരണ വിശ്വാസികൾ വെറുക്കുന്നൊരു പ്രസ്ഥാനമാണ് ഈ വിദ്വേഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന സംഘപരിവാറിനെയല്ല. അതുകൊണ്ട് നിങ്ങളെ ആരെയും ഇത് ഏൽപ്പിച്ചിട്ടില്ല. ശബരിമല എന്ന് കേട്ടാൽ ഉടനെ നിങ്ങൾ സുവർണാവസരം തേടുന്നവരാ. പിന്നെ 2.5 കോടി രൂപ ഒരു വ്യക്തി ഒരു ദിവസം കൊണ്ടൊരു ബാങ്കിലിട്ടിട്ട് ED ആ വ്യക്തിയെ തേടി പോകാത്തതിന് കാരണം എന്താണ്? നിങ്ങൾക്ക് ആ വ്യക്തി വിശുദ്ധനായതുകൊണ്ടാണ്. ആ വ്യക്തിയാണ് 2004 KC വേണുഗോപാൽ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്ത് ശബരിമലയിൽ കയറ്റുന്നത്. അപ്പോൾ ശബരിമലയിലെ ദേവസ്വം മന്ത്രി KC വേണുഗോപാൽ. KC വേണുഗോപാലിൻ്റെ കാലത്ത് ഈ പോറ്റിയെ 2004 ശബരിമലയെ കൊണ്ട് തന്ത്രി കയറ്റിയാൽ CPMൻ്റെ സഖാക്കൾ ഉത്തരം പറയണോ? അല്ല, സഖാക്കൾ നാളെ മൂട്ടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണോ തന്ത്രി വേണുഗോപാലൂടെ കോൺഗ്രസിൻ്റെ സംഘടനാ സെക്രട്ടറിയും കൂടെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അല്ലെ ആന്റണി സർക്കാരിൻ്റെ കാലത്ത് ഈ പോറ്റിയെ കൊണ്ട് 2004 ശബരിമലയിലേക്ക് എഴുന്നള്ളിയത്? 2007 പ്രയാർ ഗോപാലകൃഷ്ണനല്ല, ഇന്ന് BJPയുടെ കൂടെയുള്ള ശ്രീ രാമൻ നായർ. അത് ഇന്ന് BJP അന്ന് കോൺഗ്രസ്സാണ്. രാമൻ നായർ സാറ് അതിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന കാലത്തല്ലേ ഈ പോറ്റി ശബരിമലയ്ക്കകത്തോട്ട് കയറിയത്? ശ്രീകോവിലിനകത്തെ തന്ത്രിയുടെ തൊട്ടുപുറയിലേ മാതൃഭൂമി പടം ഇരിപ്പുണ്ടല്ലോ. അത് സഖാക്കൾക്ക് ശബരിമല മൂട്ടിക്കാൻ വേണ്ടിയാണോ? അല്ല ഏതെങ്കിലും സഖാവിന് അവിടെ കളവ് നടത്താൻ വേണ്ടിയാണോ? കുറേ ഉദ്യോഗസ്ഥന്മാരവിടെ ഉണ്ട്, ഇവരെല്ലാം സഖാക്കളാ? നിങ്ങൾ ചാനൽ ചർച്ച വന്നു ചെയ്തിട്ട് ഒരു വാക്ക് കിട്ടിയ ഉടനെ ഏതോ ഒരു അബ്ദുള്ള ഒരു പാരഡി എഴുതിയ ഉടനെ ലീഗുകാരൻ എഴുതിയ പാരഡി കൊണ്ട് നടക്കുകയാണ് കോൺഗ്രസ്. എന്നിട്ട് എന്താ പറയുക? സഖാക്കൾ കട്ട്. ഞാൻ അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറയുന്നത്, സോണിയാഗാന്ധിയുടെ കയ്യെ കെട്ടിയ പോലൊരു സാധനം പത്മകുമാറിൻ്റെ കയ്യിൽ ആരെങ്കിലും കെട്ടിയിട്ടുണ്ടോ? അടൂർ പ്രകാശന് കിട്ടിയ പോലെ ഈന്തപ്പഴോ അതിൻ്റെ അകത്ത് കുരുവോ സ്വർണമോ എന്താണെന്നറിയില്ല, അതുപോലൊരു സാധനം ഏതെങ്കിലും ഒരാൾ, ഈ ഗോവർദ്ധനോ അതുപോലെ തന്നെ ഈ പറയുന്നവരോ ഏതെങ്കിലും സഖാവിന് കൊടുത്തോ? അത് കുറ്റപത്രം വരുമ്പോൾ അറിയാം, അപ്പോൾ അതിന് നടപടിയെടുക്കും. തൽക്കാലം മറുപടി പറയേണ്ടതെല്ലാം നിങ്ങളാണ്. ജംഗമങ്ങൾ മുഴുവൻ നിങ്ങളുടെ പക്കലാണ്. ഒരു ജംഗമവും ഞങ്ങളുടെ പക്കലില്ല. ഞങ്ങളുടെ പക്കൽ ഭരണത്തിൻ്റെ വീഴ്ചയുണ്ട്, അതിനപ്പുറം ഞങ്ങളുടെ പക്കലില്ല. അതുകൊണ്ട് ആദ്യം ഉത്തരം പറയണം. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിൻ്റെ ഒരു പ്രസ്താവന ഞാൻ ആധാരമാക്കുന്നു. എന്താണ് ആധാരം? ശബരിമലയിലെ പ്രധാനപ്പെട്ടവരെന്ന നിലയ്ക്ക് കോൺഗ്രസിൻ്റെ 2 MPമാർ ഉണ്ണികൃഷ്ണനെ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഗോവർദ്ധനെയും പണ്ടാരി അടക്കമുള്ളവരെയും ശബരിമലയെ കൊണ്ടുപോയി. KPCC പ്രസിഡന്റിൻ്റെ പ്രസ്താവനയാണ്. ഇവരെങ്ങനെ ശബരിമലയിലെ പ്രധാനപ്പെട്ടവരായി? സഖാക്കൾക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ വേണ്ടിയാണോ ഇവരെ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ഈ ശബരിമലയിലെ പ്രധാനപ്പെട്ടവരാക്കിയത്? സണ്ണി ജോസഫിൻ്റെ വാചകമാണ് ഞാൻ പറയുന്നത്. ശബരിമലയിലെ പ്രധാനപ്പെട്ടവർ, ആ പ്രധാനപ്പെട്ട 2 ആളും സ്വർണം കട്ടയാളും കട്ട സ്വർണം വാങ്ങിച്ചയാളും സോണിയാഗാന്ധിയുടെ അപ്പുറം ഇപ്പുറം നിന്ന് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ശരി, അതിന് ഏത് പാസ് എടുത്തു കൊടുത്തു? ഇതിനൊന്നും ആരും ഉത്തരം പറയണ്ട. ഞങ്ങൾ കേട്ടോണ്ടിരിക്കണം. ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആക്രമിക്കുന്നില്ല, ഞങ്ങൾ കേട്ടോണ്ടിരിക്കണം. അതുകൊണ്ട് ഞങ്ങൾ പറയണത് എന്താണ് വസ്തുതയെന്ന് പൂർണ്ണമായി വരട്ടെ. കുറ്റപത്രം വരുമ്പോൾ അറിയാം. അതനുസരിച്ച് കർശന നടപടിയാണ് പാർട്ടി നടപടി. കുറ്റപത്രം ഒരു കാര്യം കൂടെ പറഞ്ഞ് എനിക്ക് അവസാനിപ്പിക്കാം. ഹൈക്കോടതി ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് പരിശോധിക്കപ്പെടണം. കാരണം എന്താണ്? 2014 പരിശോധിക്കണമെങ്കിലും 2004 പരിശോധിക്കണമെങ്കിലും അന്നുമൊക്കെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇവിടെ ഉണ്ട്, ദേവസ്വം ബെഞ്ച് ഇവിടെ ഉണ്ട്. ഈ ശബരിമലയുടെ കാര്യത്തിൽ മന്ത്രിക്ക് എന്താ അധികാരം? ഒരു വാക്കൂടെ ഞാൻ പറയാം. 2021 സ്വർണം പോയോ അവിടുന്ന്? 2021 പോറ്റി ഈ ദ്വാരപാലക ശില്പം കൊണ്ടുപോയോ? നമ്മളൊരു ചർച്ച പങ്കെടുക്കുമ്പോൾ കളവ് പറയരുത്. ബഹുമാനപ്പെട്ട RV ബാബു സാറിനോട് ഞാൻ പറയുകയാണ്. 2025 ഇപ്പോഴത്തെ പ്രശാന്തിൻ്റെ കാലത്ത്, ഇപ്പോഴത്തെ ഗവൺമെൻറ് കാലത്ത് പോറ്റിയുടെ കൊടുത്തുവിട്ടിട്ടില്ലെന്ന്, കൊണ്ടുപോയ സ്വർണം കുറഞ്ഞിട്ടില്ലെന്ന് എന്തായാലും എവിടെയോ അറിഞ്ഞു. കോടതിയിലെ രേഖയാണ് ശരി, ശ്രീ TK രാജു, ഇപ്പോൾ അങ്ങ് പറഞ്ഞു മറ്റന്നാൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ അങ്ങേക്ക് മറ്റൊരു അഭിപ്രായമാണ്. ഇപ്പോൾ എല്ലാവരും പറഞ്ഞ അങ്ങ് കേട്ടല്ലോ, ഈ
SITയുടെ അന്വേഷണം ഇപ്പോൾ ഇത്ര വളരെ ഗൗരവത്തോടെയാണ് SITയുടെ അന്വേഷണം മുന്നോട്ട് പോയിരുന്നെങ്കിൽ നമുക്കറിയാലോ ഓരോ ഘട്ടത്തിലും ആളുകൾ അറസ്റ്റിലാകുന്നത് എത്ര വലിയ വാർത്താ പ്രാധാന്യം നേടി. തന്ത്രി അറസ്റ്റിലാകുമ്പോൾ പോലും ആളുകൾ ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ ആകട്ടെ എന്നാണ് കരുതി ഈ വാർത്തകൾ കണ്ടിരുന്നത്. പക്ഷേ പിന്നെ എല്ലാവരും സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്ന സ്ഥിതി ഉണ്ടെങ്കിൽ അപ്പോൾ എത്ര ഗൗരവത്തോടെയാണ്, അല്ലെങ്കിൽ അതോ SITയും പകച്ചു നിൽക്കുകയാണ്, ഇത് ഇവിടെ ഒരു വട്ടം എത്തിക്കാൻ പറ്റാതെ പകച്ചു നിൽക്കുകയാണ് എന്നും കരുതേണ്ടി വരുമോ? അല്ല ദിവിഷ, ഞാൻ അതിനു മുമ്പേ ബഹുമാനപ്പെട്ട ശ്രീ RV ബാബു ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. നമ്മൾ രണ്ടുപേരെ 90 ദിവസം ജാമ്യം കഴിഞ്ഞ് പുറത്തിറങ്ങിയത് ശ്രീ മുരാരി ബാബുവാണ്. മറ്റ് രണ്ടുപേരും ഉദ്യോഗസ്ഥന്മാരാണ്, എക്സിക്യൂട്ടീവ് ഓഫീസർമാരാണ്. അവർക്ക് 42 ദിവസം 50 ദിവസം കഴിഞ്ഞിട്ടാണ് അവർക്ക് ജാമ്യം കൊടുത്തത്. അവരുടെ പേര് തെളിവില്ല എന്നാണ് പറഞ്ഞത്. തെളിവില്ല എന്ന് കരുതിയിട്ട് അവർ ആ സമയത്ത് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരാണ്. ശബരിമലയിൽ ഈ കൊള്ള നടക്കുന്ന സമയത്ത് അവർ ബന്ധപ്പെട്ട ഫയലുകൾ നോക്കിയ ഉദ്യോഗസ്ഥന്മാരാണ്. അവരുടെ പേരിൽ തെളിവുകൾ ഹാജരാക്കാൻ ഒരു പക്ഷെങ്കിൽ അങ്ങനെയാണല്ലോ. ഇപ്പോൾ നമ്മൾ കൊലക്കേസ് പ്രതികളുടെ എത്രയോ വർഷങ്ങൾ ജയിലിൽ കിടക്കുന്നവരുണ്ടാകും. അവസാനം തെളിവുകൾ സപ്പോർട്ടിങ് എവിഡൻസ് വന്നിട്ടില്ലെങ്കിൽ അവരും ജയിലിൽ നിന്ന് ഇറങ്ങി പോകും. അതങ്ങനെ അതിനെ കണ്ടാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അവർ നിരപരാധികളാണെന്നുള്ളത് ഒരു ഡിക്ലറേഷനൊന്നും ഈ ജാമ്യം കിട്ടുന്നത് കൊണ്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ SITയെ കുറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭാഗികമായിട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡിൻ്റെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനെ കുറ്റപ്പെടുത്തുന്നതിൻ്റെ അല്ല അവർക്ക് നേരെ ഒരു വിരൽ ചൂണ്ടുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം രാജഗോപാൽ ഒരൊറ്റ അഡീഷൻ പറഞ്ഞോണ്ട് രാജഗോപാൽ ഒറ്റ അഡീഷൻ ഞാൻ ഒന്ന് വഴങ്ങുക, വേറെ ഒന്നും വേണ്ട. തൊണ്ടി മുതൽ കണ്ടെത്തിയിട്ടുണ്ടോ ഇതുവരെ? ഒരു കവർച്ച കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൊണ്ടി മുതലാണ്. ആ തൊണ്ടി മുതലുണ്ടോ SITയുടെ കയ്യിൽ? ഇനി തുടർന്നോളൂ അങ്ങ്. ഞാൻ അതിലേക്ക് തന്നെയാണ് സാറ് പറഞ്ഞത്. ഞാൻ അതിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട വിജിലൻസ് ആദ്യം ഈ കേസ് അന്വേഷിച്ച വിജിലൻസ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് മുമ്പാകെ ഈ ഫയലുമായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ജഡ്ജിമാർ, 2 ജഡ്ജിമാർ, അതിൽ ഒരാൾ എനിക്ക് തോന്നുന്നത് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണെന്ന് തോന്നുന്നു. ഒരു ജഡ്ജി എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്, തെറ്റുണ്ടെങ്കിൽ തിരുത്തണം കേട്ടോ. അദ്ദേഹം കൃത്യമായിട്ട് ഫയൽ ആ റിപ്പോർട്ട് ഓടിച്ച് വായിച്ച ശേഷം അദ്ദേഹം ആദ്യത്തെ ചോദ്യം അതാണ് വന്നത്. ഈ 4.5 കിലോ സ്വർണ്ണം എവിടെ? ശബരിമലയിൽ നിന്ന് പോയിരിക്കുന്ന 4.5 കിലോ സ്വർണ്ണം എവിടെയെന്നാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചോദ്യം വരുന്നത്. അവിടെ നിന്നാണല്ലോ കേസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് വരുന്നത്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവിടെ കണക്കുണ്ട്, അവിടെ വിജയമല്യ കൊടുത്ത സ്വർണ്ണത്തിന് കണക്കുണ്ട്, ദേവസ്വത്തിൻ്റെ രജിസ്റ്ററുണ്ട്. 2.5 കിലോ വാതിലും കട്ടളപ്പടിയുമായിട്ട് 2.5 കിലോ സ്വർണ്ണവും മറ്റേ 2 കിലോയിലധികം സ്വർണ്ണമുണ്ട് ദ്വാരപാലക ശില്പങ്ങളിലും അതിൻ്റെ താങ്ങപീഠങ്ങളിലുമായിട്ട്. അപ്പോൾ ഈ 4.5 കിലോ സ്വർണം അവിടെ നിന്ന് പോയ ശേഷം ഇപ്പോൾ അവിടെ തിരിച്ചു വന്നിരിക്കുന്നത് വെറും 1/2 കിലോ സ്വർണ്ണമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സ്വർണ്ണം എവിടെ? അപ്പോൾ SIT അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. SIT പിടിച്ചെടുത്തിരിക്കുന്നത് ഇപ്പോൾ ആകെ 1/2 കിലോ സ്വർണ്ണമാണ്, 50 പവൻ സ്വർണ്ണമാണ് പിടിച്ചിരിക്കുന്നത്. അത് ഈ പറയുന്ന ഗോവർദ്ധൻ്റെ ജ്വല്ലറി എന്ന് പിടിച്ചിട്ടുണ്ട്. അതേപോലെ പങ്കജ് ഭണ്ഡാരി അത് ഉരുക്കിയ പഞ്ചായത്തുനിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. അത്രയും സ്വർണ്ണമേ അവിടെ വന്നിട്ടുള്ളൂ. ബാക്കി 4 കിലോ സ്വർണ്ണം എവിടെ? അതാണ് SITയെ കുഴക്കുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത്. അതേപോലെ തന്നെ പാളികളുടെ ശാസ്ത്രീയ പരിശോധന VSSCയിലെ വൃശ്ചിക 1-ാം തീയതി എടുത്തു, അതേശേഷം അടച്ച ശേഷം എടുത്തു. പക്ഷേ ശാസ്ത്രീയമായിട്ടൊരു തെളിവ് ഇത്തരം കാര്യങ്ങളിൽ ആധികാരികമായിട്ട് പറയാൻ ഇന്ന് എനിക്ക് തോന്നുന്നത് VSSCക്കാണ്, അവരത്തെ ശാസ്ത്രജ്ഞന്മാർക്കാണ് അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയാൻ പറ്റുന്നത്. പക്ഷേ അവരുടെ ആദ്യത്തെ റിപ്പോർട്ട് നമുക്ക് അങ്ങോട്ടൊരു മനസ്സിലാകുന്നില്ല. എനിക്ക് തോന്നുന്നില്ല, നമ്മൾ അത്യാവശ്യം പരാമർശങ്ങൾ കണ്ടിട്ട് പോലും ഇതെന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്, അവിടെ ഉണ്ടായിരുന്ന ഒറിജിനൽ പാളികൾ തന്നെയാണോ അതോ ഈ പാളികൾ മാറ്റിയോ ഇത് മുറിച്ച് വിറ്റോ എന്നുള്ള കാര്യത്തിൽ അവരും ആധികാരികമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു അത്തരം താമസങ്ങളാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ പുറത്തു പോയിരിക്കുന്നവരെല്ലാം ഉദ്യോഗസ്ഥന്മാരാണ്. ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം അതിനെ ഗ്രാവിറ്റി നോക്കിയിട്ടാണല്ലോ. ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരിപ്പോൾ മുരാരി ബാബു പോയി, മുരാരി ബാബു 90 ദിവസം കഴിഞ്ഞ് പോയി കഴിഞ്ഞെന്ന് കരുതിയിട്ട് അദ്ദേഹത്തെ അങ്ങനെ SIT വെറുതെ വിട്ട് കാണുമെന്നാണോ കരുതേണ്ടത്? മുരാരി ബാബുവിൻ്റെ എന്തെല്ലാം എടുക്കാം, അദ്ദേഹത്തിന്റെ എന്തെല്ലാം തെളിവെടുക്കാം എന്നുള്ളത് നോട്ടീസ് പോകുന്നുണ്ട്. വളരെ കുറച്ച് സമയം കൂടി ഉള്ളൂ. ശ്രീ മഹേഷ് പണിക്കർ, തെളിവ് തന്നെയായിട്ട് വേണം. അതുകൊണ്ട് തന്നെ അങ്ങേക്ക് ഇതിന്റെ ഈ പണിയിലെ കൃത്രിമത്വം എങ്ങനെയായിരുന്നു എന്ന് നടന്നൊക്കെ അങ്ങ് പറഞ്ഞു, അതിന്റെ സാധ്യതകൾ. യഥാർത്ഥത്തിൽ ഈ തൊണ്ടി മുതൽ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട സ്വർണ്ണം നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ കേരളം കണ്ട ഏറ്റവും നീചനായ ഒരു ക്രിമിനലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി.
അവൻ്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് കാലാകാലങ്ങളുള്ള രാഷ്ട്രീയക്കാരെയും ഭരണാധികാരികളെയും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലോ പൊതുസമൂഹത്തിലോ ഒക്കെ വലിയ വലിയ ആൾക്കാരെയൊക്കെ സ്വാധീനിച്ച് അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ബ്രാൻഡിങ് ഒക്കെ ഉണ്ടാക്കി വളരെ പ്ലാൻഡായിട്ട് അവൻ അങ്ങേർക്കറിയാം ഇത് എവിടെ വന്നത്. അകലെ പിടിച്ചാലും ഇടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് 10 മിനിറ്റ് കൊണ്ട് സാധനം കിട്ടും. ഈ പറഞ്ഞ പഴയ പല പോലീസുകാർ ഇടിയും പോലീസുകാരൊക്കെ ഉണ്ട്, അവരുടെ കയ്യിലോട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങോട്ട് കൊടുത്താൽ 15 മിനിറ്റ് കൊണ്ട് കേസ് തെളിയും. അങ്ങനെയാണ് വേണ്ടത്. അയ്യപ്പൻ അങ്ങനെയാണ് പറയുന്നത് എനിക്ക് തോന്നുന്നത്. കാര്യം അല്ലാതെ ഇവനെയൊക്കെ നമ്മളിങ്ങനെ വിധി ചെയ്തൊക്കെ താങ്ങി ഇവരുടെയൊക്കെ ഇതും പോകേണ്ട കാര്യമല്ല ഇത്. ഇതൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. ഒരുപാട് പേരെ നിരപരാധികളെ തെറ്റിദ്ധരിക്കുന്ന പേരിലും അല്ലെങ്കിൽ കുറ്റവാളികളെ രക്ഷിക്കുന്ന പേരിലും ഒക്കെ അയാൾക്കറിയാം. അയാളാണ് അതിന് ഉത്തരം പറയേണ്ട ആൾ. അത് SIT കണ്ടെത്തുമെന്നാണ് എൻ്റെ വിശ്വാസം. ശരി ശരി, അവസാന സമയങ്ങളാണ്. ജിൻഡോ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ. അല്ല ദിവിഷ, എനിക്ക് അനിൽകുമാറിനോട് ഒരു ഒറ്റ കാര്യം ചോദിക്കാനുള്ളത്. 2025 സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് കൊണ്ടുപോയോ എന്ന് അനിൽകുമാർ ചോദിക്കുന്നു. അത് 2025 കൊണ്ടുപോകാൻ വേണ്ടി ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ കള്ളന്റെ കയ്യിൽ കൊടുത്തുവിടാൻ നോക്കിയപ്പോൾ കോടതി കയ്യോടെ പിടിച്ചത് കൊണ്ടല്ലേ, അതുകൊണ്ടാണ് കൊടുത്തുവിടാൻ പറ്റാതിരുന്നത്. പക്ഷെ എനിക്ക് അനിൽകുമാറോട് ഒരു ചോദ്യമുണ്ട്. 2004 KC വേണുഗോപാൽ മന്ത്രിയായിരുന്നപ്പോൾ പോറ്റി വന്നു എന്ന് ഏതെങ്കിലും അമ്പലത്തിൽ കഴകത്തിനോ അല്ലെങ്കിൽ കീഴ്ശാന്തിയുടെ കൈകാര്യക്കാരനായിട്ടോ ഒക്കെ ആരെങ്കിലും വരുന്നവരുടെ ജാതകം തിരയിലല്ല മന്ത്രിയുടെ ചുമതല. ഇനി അത് മന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ, അതിനുശേഷം പ്രയാർ ഗോപാലകൃഷ്ണന് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ, പോറ്റിയുടെ നേതൃത്വത്തിൽ സ്വർണ്ണക്കൊള്ള നടന്നപ്പോഴുള്ള മന്ത്രി കടകംപള്ളിക്ക് ഉത്തരവാദിത്തമുണ്ടോ? അന്നത്തെ ബോർഡിന് ഉത്തരവാദിത്തമുണ്ടോ? അത് നിങ്ങൾ സമ്മതിക്കണ്ടേ? ഇനി പോറ്റി സ്വർണം പാളികൾ കടത്തി എന്ന് അറിഞ്ഞിട്ടും 2019 റിപ്പോർട്ട് കിട്ടിയ 6 വർഷക്കാലം പോറ്റി വളർത്തിയ ഈ പിണറായി വിജയന്റെ സർക്കാരിന് ഉത്തരവാദിത്തം. ഈ ഭരണവീഴ്ചയുടെ ഉത്തരവാദിത്തം ആരാണെന്ന് നിങ്ങൾ പറയണ്ടേ? അതിന് നിങ്ങൾ 2004 പോകാതെ 2019 മുതൽ 2025 എന്ത് സംഭവിച്ചു എന്ന് പറയാനുള്ള ധൈര്യം താങ്കൾക്കുണ്ടോ? ശരി, അനിൽകുമാർ ഉത്തരം. ധൈര്യമായിട്ട് പറയാം. 2025 ഒരു പോറ്റിയുടെയിലും കൊടുത്തുവിട്ടില്ല. 2025 കൃത്യമായിട്ട് CCTV ദൃശ്യങ്ങൾ നോക്കണം. പോറ്റിയല്ല കൊണ്ടുപോയത്, ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുപോയത്. വീഴ്ച പറ്റി ഞാൻ പറയുമ്പോൾ റിപ്പോർട്ട് എന്തുകൊണ്ട് പൂഴ്ത്തിവെച്ചു? ശരി, ഉത്തരം പറയും. അവാസ്തവം പറയുന്നേ അനിൽകുമാർ പറയും. 2025 CCTV ദൃശ്യങ്ങൾ, വീഡിയോ ദൃശ്യങ്ങൾ ദിനേശ്, ഇത് ഞാൻ തരാം, സമയം തരാം. ചർച്ചയിൽ ഇങ്ങനെ പാടില്ല. എനിക്ക് വേണ്ട സമയം പറഞ്ഞോ, പൂർത്തീകരിച്ചോളൂ. ഞാൻ പറയട്ടെ, 2025 നല്ല വീഡിയോ എടുത്തിട്ടുണ്ട്. നിങ്ങളെടുത്ത വീഡിയോയെ കുറിച്ചല്ല, നിങ്ങളെടുത്ത വീഡിയോയുടെ കാര്യമല്ല ചോദിക്കുന്നത്. മറുപടി പറയട്ടെ ജിൻഡോ, പ്ലീസ്. ജിൻഡോ എല്ലാവരും കൂടി പറയല്ലേ. അതേ മറുപടി പറയട്ടെ. ശ്രീ അനിൽകുമാർ പറയൂ, ഒറ്റ മിനിറ്റ്. 2025 വീഡിയോ കൈത്തരാം. ആ വീഡിയോയിൽ കൃത്യമായിട്ട് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഇല്ല. 2025 ഉത്തരവിലും നടപടിക്രമത്തിലും ഉദ്യോഗസ്ഥന്മാർ മാത്രമേ ഉള്ളൂ. മകസർ എഴുതി, തൂക്കം, ഇതെല്ലാം ശരിയാക്കിയാണ് കൊണ്ടുപോയത്. തിരിച്ചും ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സ്ഥാപിക്കപ്പെട്ടപ്പോൾ അളവുണ്ട്, തൂക്കമുണ്ട്, പോറ്റിയില്ല. 2025 പോറ്റിയില്ല. അതുകൊണ്ട് 2025 ഈ വിജിലൻസ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, അയ്യപ്പ സംഗമത്തിന് പോറ്റിയെ ക്ഷണിച്ചോ? അയ്യപ്പ സംഗമം കഴിഞ്ഞാണല്ലോ ദേവസ്വം ബോർഡ് പോറ്റി വാളെടുക്കുന്നത്. ഞാൻ ഈ പരിപാടിക്ക് നമ്മുടെ സമയം കഴിയാണ്. RV ബാബുവിനോട് ഒരു 40 സെക്കൻഡ് ശ്രീ RV ബാബു, 40 സെക്കൻഡ്. പരിപാടിക്കില്ല കേട്ടോ, ഇത്തരം പരിപാടിക്കില്ല. എങ്ങനെയാണ് ഒരു ക്രിമിനൽസിനെ വെളുപ്പിച്ചെടുക്കുന്നത്? ശ്രീ RV ബാബുവിന്റെ മറുപടിയോട് നിർത്തിയാണ്. ഈ കേസ് നിർവഹിക്കാനുള്ള സാഹചര്യം എന്താണ്? പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം സ്പെഷ്യൽ കമ്മീഷണർ അറിയാതെ ശബരിമലയിൽ നിന്നും ദ്വാരപാലക പീഠം, അതും പോറ്റി ഇമെയിൽ അയച്ചു വരുത്തുകയാണ്. പ്രശാന്ത് ഇമെയിൽ അയച്ചാണ് പോറ്റിയെ വരുത്തുന്നത്. പോറ്റിയുടെ നേതൃത്വത്തിൽ ഈ ദ്വാരപാലക പീഠം സ്വർണം പൂശാനായിട്ട് ഏൽപ്പിക്കുന്നത്. സമയം കഴിയാണ്, അതുകൊണ്ടാണ്. പക്ഷേ ആരോപണങ്ങൾ ഇങ്ങനെ സജീവമായി തുടരും. അയ്യപ്പൻ അറിയാം എന്താണ് ഇതിന്റെ സത്യമെന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് ഇവിടുത്തെ വിശ്വാസികൾ പോകുന്നുണ്ട്. ആരോപണങ്ങൾ തുടരട്ടെ. SIT എത്രയും വേഗം ഇതിന്റെ സത്യാവസ്ഥ പുറത്തേക്ക് അറിയിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതോ മറ്റന്നാൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജാമ്യം കിട്ടി പുറത്തിറങ്ങുകയാണെങ്കിൽ
ആളുകൾ ഇങ്ങനെ ചോദ്യചിഹ്നമായി നിൽക്കും, എവിടെയായിരുന്നു ഇതുവരെ കെട്ടിപ്പൊക്കിയ ഈ അന്വേഷണത്തിൻ്റെ പോക്ക് എന്ന്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ന്യൂസ് പ്രൈം ടൈം പൂർണ്ണമാകുന്നു. നമസ്കാരം.